നമ്മളുടെ all right, welcome back. So good morning once again. We are back again. ഓരോ ദിവസവും പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുന്ന, അതേപോലെ തന്നെ നല്ല സ്നേഹം ലഭിക്കുന്ന, നല്ല സപ്പോർട്ട് ലഭിക്കുന്ന, നന്നായിട്ട് പെരുമാറാൻ കഴിയുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരവസരമാണ്. ഓരോ ദിവസവും പുതിയ ദിവസവും എന്താണ്? ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, അനദർ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ബെറ്റർ. ടു ബിക്കം ബെറ്റർ, ഒന്നുകൂടെ നമുക്ക് ബെറ്റർ ആവാൻ, ഒന്നുകൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള അവസരമാണ് ഓരോ ദിവസം. ആ അവസരത്തിന് വേണ്ടിയിട്ട് ഒത്തുകൂടുന്നവരാണ് നമ്മൾ. കൺഗ്രാറ്റുലേഷൻസ്, ബി പ്രൗഡ് ഓഫ് യുവർസെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യുക? കൈകളെടുക്കുക, എന്നിട്ട് പറയാം, ഇവിടെ കൊട്ട്, വെൽ ഡൺ, വെൽ ഡൺ, വളരെ നന്നായി ചെയ്തു. നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ നിന്നോട് അഭിമാനം കൊള്ളുന്നു നിന്റെ കാര്യം. Just tell yourself. You just show that love and appreciation that you are growing every day. നിങ്ങൾ വളരുകയാണ്. നിങ്ങൾ ഓരോ പെർസെൻറ്റേജ് ഓരോ ദിവസവും ഇംപ്രൂവ് ആവുകയാണ് എന്ന ഒരു ഉദ്ദേശത്തിൽ, എന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് യു ആർ അലോയിങ് യുവർ സെൽഫ് ടു ഹെൽപ്പ് യുവർ സെൽഫ്. നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ. യു ആർ ട്രൈങ് യുവർ ബെസ്റ്റ്. Yes or no? Yes or no? You are loving yourself. നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. യു ആർ സപ്പോർട്ടിങ് യുവർ സെൽഫ്. ഐ ആം സപ്പോർട്ടിങ് മൈ സെൽഫ് എന്ന് പറ. ഐ ആം സപ്പോർട്ടിങ് മൈ സെൽഫ്. ഐ ആം ഹെൽപ്പിംഗ് മൈ സെൽഫ് ടു ഗ്രോ. ഞാൻ എന്നെ സ്നേഹിക്കുകയാണ്. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ എന്നെ അഡ്മിന്മാർ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രൂപ്പുകളിൽ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഓക്കെ, സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ ഐ ആം സപ്പോർട്ടിങ് മൈ സെൽഫ്. ഐ ആം ഹെൽപ്പിംഗ് മൈ സെൽഫ്. ഐ ആം ദെയർ ഫോർ മൈ സെൽഫ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം കൂടെ ഞാൻ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കും. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഡേ. ബ്യൂട്ടിഫുൾ ഡേ ആണ്. ബിക്കോസ് ഐ ആം ഹിയർ. ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ എം ഗ്രോയിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ജേർണി ഈസ് നോട്ട് ഈസി. ഈസ് ഇറ്റ് ഈസി? ഈസ് ഇറ്റ് ഈസി? ഈസി ആണോ? രാവിലെ എന്നും കറക്റ്റ് സമയത്ത് എണീറ്റ് കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഈസി? Is it easy? If it was easy, everybody would have done it. അത്ര ഈസി ആയിരുന്നെങ്കിൽ എല്ലാവരും ചെയ്യുമായിരുന്നു. But we are doing it. And we are doing it. We are helping ourselves and we are improving ourselves. ഓഫീസ് പറയുന്നു ഇപ്പോ ഈസി ആയിക്കൊണ്ടിരിക്കും. Yes, it will get better and better and easier and easier and easier because we are losing our old self. നമ്മളുടെ പഴയ നമ്മളെ, മടി പിടിച്ചിരിക്കുന്ന, ഡൗൺ ആയിരിക്കുന്ന നമ്മളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ നമ്മളെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ദ ആർക്കിടെക്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ആർക്കിടെക്റ്റാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ കാർവ് ചെയ്തെടുക്കേണ്ട, നമ്മുടെ തന്നെ പ്രതിമയുണ്ടാക്കേണ്ട, നമ്മുടെ തന്നെ ആ ഒരു വിശ്വരൂപം ഉണ്ടാക്കിയെടുക്കേണ്ട ആർക്കിടെക്ട് നമ്മളാണ്. ആ ശില്പി നമ്മളാണ്. Yes or no? Yes or no? We are the sculpture that we are creating. നമ്മൾ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു കല്ലിൽ നിന്ന് എങ്ങനെയാണ് ഒരു ശില്പം ഉണ്ടാക്കുന്നത്?
ശില്പമുണ്ടാക്കുന്നത് ആവശ്യമില്ലാത്ത പരുക്കനായിട്ടുള്ള ആ കല്ലിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ പൊളിച്ച് കളയുമ്പോഴാണ് അതിൽ നിന്ന് ശില്പമുണ്ടാകുന്നത്. Yes or no? Yes or no? So there is, ആ കല്ലിൽ എന്തുണ്ട്? ശില്പമുണ്ട്. ആ കല്ലിൽ എന്തുണ്ട്? ശില്പമുണ്ട്. പക്ഷെ ആ കല്ലിൽ നോക്കുമ്പോ കാണുന്നില്ല. കാണുന്നുണ്ടോ? ഒരു കല്ലിങ്ങനെ കാണുമ്പോ നമ്മളൊരു ശില്പി അല്ലാത്ത ഒരാള് എന്ത് ചെയ്യാണ്? അയാൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ശില്പം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ശില്പം കാണാൻ ശ്രമിക്കില്ല. Yes or no? ശില്പം കാണാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ കാണാൻ കഴിയില്ല. ഇവിടെ ഒരു ശില്പി അത് കണ്ടു കഴിഞ്ഞു, അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞു, അദ്ദേഹം അതിന് കാണാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അദ്ദേഹം അതിൽ വിശ്വസിച്ചു എന്നിട്ട് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആയുധം എടുത്ത് പണി തുടങ്ങി. ഒരു കല്ലിൽ നിന്ന് ശില്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? അല്ല. വളരെ ക്ഷമ ആവശ്യമുള്ളൊരു കാര്യമാണ്. സമയമെടുത്ത് കൊത്തി 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 പല രീതിയിൽ മിനുക്കുപണികൾ ചെയ്ത്, കാര്യങ്ങൾ ചെയ്ത്, പല രീതിയിൽ പല സമയം ഇരുന്ന് പണിയെടുത്ത് അധ്വാനിച്ചിട്ട് അവസാനം പുറത്തേക്ക് വരുന്നതാണ് ശില്പരൂപം. സ്വർണം. ഇതുപോലെ നമ്മൾക്ക് നമ്മളിൽ നോക്കുമ്പോ, നമ്മൾ കാണുമ്പോ നമുക്ക് എന്തുണ്ടാവില്ല? നമുക്ക് നല്ലൊരു വ്യക്തിയായിട്ടോ ആ പരുക്കൻ കല്ലിനെ കാണുന്ന പോലെ ഒരു ഉപയോഗമില്ലാത്ത, ഒരു 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 വളർച്ചയില്ലാത്ത, അല്ലെങ്കിൽ ഒരു നേട്ടമില്ലാത്ത, ഒരു നന്മയില്ലാത്ത, പ്രത്യേകിച്ച് പ്രത്യേകതകളില്ലാത്ത, യൂസ്ഫുൾ അല്ലാത്ത, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ഏതെങ്കിലും ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ. അല്ലെങ്കിൽ ഞാൻ പോരാ എന്ന് ഫീൽ ചെയ്തേക്കാം. ഞാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ ഞാൻ കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവുകൾ പുറത്തെടുക്കുന്നില്ല, എനിക്ക് നല്ല ശീലങ്ങളില്ല. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കംപ്ലൈന്റ് പറയുന്നു. ഒരു ശില്പി ഒരു കല്ലിനെ നോക്കിയിട്ട് പറയുകയാണ്, ആ കല്ലുകൊണ്ടൊന്നും നടക്കൂല എന്ന് ശില്പി പറഞ്ഞാൽ, ആ ശില്പി പിന്നെ ആ കല്ലിനെ തിരിഞ്ഞു നോക്കും. ആ കല്ലിൽ സാധ്യത കാണാൻ പോലും കഴിയില്ല. ശില്പി അതിനെ ഇഗ്നോർ ചെയ്തു. പക്ഷെ വേറൊരു ശില്പി വന്നിട്ട് അതേ കല്ലെടുത്തിട്ട് അതിൽ നിന്ന്, ഇല്ല അതിലുണ്ടെന്ന് വിശ്വസിച്ച് അതിൽ ട്രൈ ചെയ്ത് അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്ത് അതായത് എന്തെങ്കിലും ആ കല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ വാല്യുബിൾ ആയിട്ടുള്ള സംതിങ് ദേ ക്യാൻ. നമ്മളുടെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല, നമ്മളെന്ന് പറയുന്ന മഹത്തായ കഴിവുള്ള, അറിവുള്ള, അപാരമായ സാധ്യതയുള്ള, പൊട്ടൻഷ്യലുള്ള നമ്മളെ നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ? ട്രൈ ചെയ്ത് ബിൽഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. വി ആർ ബിൽഡിങ്. നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? മനസ്സിലാവുന്നുണ്ടോ? വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും? നമ്മളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നല്ല ശീലങ്ങൾ നമ്മളിലുണ്ട്, നമ്മളത് ബിൽഡ് ചെയ്തെടുക്കണം. നമ്മളിൽ നല്ല ഒരു വേഴ്സറ്റൈൽ, കഴിവുള്ള, ടാലന്റ് ഉള്ള വ്യക്തി ഉണ്ട്, നമ്മളത് ബിൽഡ് ചെയ്തെടുക്കണം. വേറെ ഒരാളും നമുക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ എന്ത് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് ഗൈഡ് ചെയ്യും, നമ്മളോട് പറഞ്ഞു തരും, നിനക്കൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് കഴിവുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആരും ചിലപ്പോൾ അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഡെയിലി ആ കഴിവുകളും കാര്യങ്ങളും ക്വാളിറ്റീസും ആയിട്ടാണ് ജീവിക്കുന്നത്. ബട്ട് വി ഡിഡ്ന്റ് ഡിഗ് ഡീപ്പ് ഇനഫ്. നമ്മൾ നമ്മളിലേക്ക് സൂക്ഷിച്ചു നോക്കിയില്ല. ഞാൻ ആരാണ്? നമ്മൾക്ക് കാന്തികമായിട്ടുള്ള ഒരു പവർ ഉണ്ട്. നമ്മൾ ഒരു 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 കല്ലിന്, ഒരു പരിക്കനായിട്ടൊരു കല്ല്, ആ കല്ല് അങ്ങനെ കിടക്കുകയാണ്. ആരും അതിനധികം പ്രാധാന്യത്തോട് കൂടിയിട്ട് ഉപയോഗിച്ചോണം. പക്ഷെ ആ കല്ല് ഒന്ന് ചെത്തി മിനുക്കി ഒന്ന് ഉഷാറായിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിൽ ആ കല്ലിനെ ആരെങ്കിലും ഒഴിവാക്കും? ആ കല്ല് ഒന്നുകിൽ പടവിന് ഉപയോഗിക്കും, അല്ലേ? ശരിയാണോ?
ഒരു ഇരുമ്പിൻ കഷ്ണം ജസ്റ്റ് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഇരുമ്പിൻ കഷ്ണം ചൂളയിലിട്ട് പഴുപ്പിച്ച് അടിച്ച് പഴുപ്പിച്ച് ഒരു മഴുവാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. അതൊരു കത്തിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു വിലയും. അതിനൊരു മൺവെട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന് മറ്റൊരു വിലയും. അത് മറിച്ച് ചുട്ടു പഴുപ്പിച്ച് ഭയങ്കരമായിട്ടുള്ള ആ ഒരു താപോർജത്തിലൂടെ കടത്തിവിട്ട് അതിന്റെ സമ്മർദ്ദം കൊടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രഷറിലൂടെ കടത്തിവിട്ട് അതിനെ അടിച്ചു തേച്ച് മിനുക്കി ഒരു റെയിൽവേ പാളത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇരുമ്പാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഈ കത്തിയെക്കാട്ടിലും കൂടുതലാണ്. അതിനെ വീണ്ടും അടിച്ചു പരത്തി ഒരു റോൾസ് റോയ്സ് കാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ വാല്യൂ പിന്നെയും കൂടും. അതിനെ വീണ്ടും അടിച്ചു പരത്തിയിട്ട് അതൊരു വിമാനത്തിന്റെ കോക്പിറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിലേറെ വാല്യൂ. സംഗതി എന്താണെന്ന് വെച്ചാല് നമ്മൾ ഏത് രീതിയിൽ അതിനെ പ്രഷറിലൂടെ കടത്തിവിട്ട് ചുട്ടു പഴുപ്പിച്ച് അതിനെ അടിച്ചൊതുക്കി നേരെയാക്കി അതിന്റെ ഷേപ്പ് മാറ്റി അത് ഒരു പർപ്പസിലേക്ക് വേണ്ടി ഒരു ഉപയോഗപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രൂപത്തിലേക്ക് കഴിവുള്ള വാല്യൂ ഉള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കൂടും. ഏത് തരത്തിലുള്ള വലിയ പ്രോബ്ലമാണ് അത് സോൾവ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ വാല്യൂ. അതേപോലെ തന്നെ അതിനെ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളത് അതിന്റെ വാല്യൂ കൂട്ടും. അത് നമ്മുടെ പറമ്പിൽ അതിനെ മൈൻഡ് ചെയ്യാതെ പറമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, ജസ്റ്റ് ചുമ്മാ നമ്മളുടെ തൊടിയിലോ പറമ്പിലോ വീട്ടുവളപ്പിലോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്. അതിനെ അടിച്ച് മിനുക്കി ഒതുക്കി അതൊരു ആയുധമാക്കി അത് നമ്മൾ വീട്ടിൽ ഉള്ളിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേ ട്രാക്ക് പാളത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് അതിന്റെ വാല്യൂ. അത് റോൾസ് റോയ്സ് കാറിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ. നമ്മൾ കിണറ്റിൽ നിന്ന് മുക്കുന്ന വെള്ളം വലിയ വാല്യൂ നമ്മൾ കൽപ്പിക്കില്ല. സാധാരണ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്നു, ഇപ്പൊ ധാരാളം ഉണ്ട്. ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജ്, ഇതുപോലുള്ള ഒരു എന്താ പറയുക, ഡ്രിങ്കിങ് ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, ഇതേപോലെ കളർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞാൽ ആ വെള്ളത്തിന് വിലയുണ്ട്. ഇതേ ബോട്ടിൽ കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പിന്നെയും വില കൂടി. 20 രൂപയല്ല പിന്നെ വില. ഇതേ വാട്ടർ എന്ത് ചെയ്യാണ്, എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് വിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വാല്യൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ പാക്കേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മളെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാണ്. ആ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൂടി. അങ്ങനെ വാല്യൂ കൂടുമ്പോഴാണ്, ആ വാല്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മുടെ കാന്തിക പവർ കൂടുന്നു. നമ്മളിൽ നിന്ന് എന്താ പറയുക, ഒരു നമ്മളിലേക്ക് അബണ്ടൻസ്, അവസരങ്ങൾ, കഴിവുകൾ, വ്യക്തികൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരും. പ്രത്യേകിച്ച് നമുക്ക് അവസരം തരും. നമ്മുടെ ഈ പ്രോബ്ലം, നമ്മൾ ആരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അത് ആവശ്യമുള്ള ആൾക്കാർ, അതിൽ ഇംപ്രസ്ഡ് ആയിട്ട് ആൾക്കാർ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരും. വലിയ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ശില്പത്തെ കാണാൻ ഒരുപാട് പേര് പോകും. പറഞ്ഞോ, വലിയൊരു അട്രാക്ഷൻ ആയിട്ട് അതിന് വാല്യൂ കൽപ്പിച്ചിട്ട് പോകും. അതൊരു കല്ലായി കടന്നിരുന്ന സമയത്ത് ആരും മൈൻഡ് ചെയ്തിട്ടില്ല. പറഞ്ഞോ, യെസ്. സോ ഇൻക്രീസ് ദ വാല്യൂ. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ദ വാല്യൂ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നിങ്ങളിലേക്ക് അവസരങ്ങൾ, വ്യക്തികൾ എല്ലാം ഇങ്ങോട്ട് തേടി വരും. ഇൻക്രീസ് ചെയ്യണം. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, വാട്ട് വി ഹാവ് ടു നോ ദാറ്റ് ലൈക്ക് നമ്മളുടെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടില്ല. വി ഡിഡ്ന്റ് ഷോ വാട്ട് വി ക്യാൻ ഡു ഇൻ ദിസ് വേൾഡ്. നമുക്ക് നമ്മളുടെ ഏതെല്ലാം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ലെവലിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്തിട്ട്, and there is something called you have to become the right person to get the right things.
ശരിയായ കാര്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി മാറും. സ്പെഷ്യലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന വ്യക്തിയായിരിക്കും. യു ഹാവ് ടു ബി ദ റൈറ്റ് പേഴ്സൺ. റൈറ്റ് പേഴ്സൺ ആയിട്ട് മാറിയേ പറ്റും. ആ റൈറ്റ് പേഴ്സൺ ആവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മളെ ബിൽഡ് ചെയ്തേ പറ്റും. നമ്മുടെ മെന്റൽ മസിൽ ബിൽഡ് ചെയ്തേ പറ്റൂ. റൈറ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്തേ പറ്റൂ. നല്ല ശീലങ്ങള്, നല്ല ചിന്തകള്, നല്ല പെരുമാറ്റം, മനസ്സിലാവുന്നുണ്ടോ? നല്ല പെരുമാറ്റം, നല്ല ചിന്തകൾ, നല്ല ഫീലിങ്സ്, നല്ല ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്തേ പറ്റൂ. നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റും. വി ഹാവ് ടു ബിൽഡ് അവർ സെൽസ്. നമ്മളെ ബിൽഡ് ചെയ്യണം. ക്ലിയർ ആണോ? സോ നമ്മൾ ബിൽഡ് ചെയ്യുന്ന നല്ല ശീലങ്ങൾ നമുക്ക് വേണം. നല്ല പക്വത നമുക്ക് ആവശ്യമാണ്. സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ബിൽഡ് ചെയ്യേണ്ടത്? നിങ്ങളിലേക്ക് ആൾക്കാർ നിങ്ങളുടെ വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതേപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും. നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ബിൽഡ് ചെയ്യപ്പെടേണ്ട ചില ക്വാളിറ്റീസ് ബിൽഡ് ചെയ്യപ്പെടും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പ്രൈഡ്, അഹങ്കാരം. അഹങ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കൊത്തിക്കളയണം. ശില്പത്തിൽ നിന്ന് പരിക്കുള്ള ഭാഗം കൊത്തിക്കളയാന്ന് പറയുന്ന പോലെ അഹങ്കാരം കൊത്തിക്കളയണം. പ്രൈഡ്, ദേഷ്യം, നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വേണ്ടാത്തതാണ്, അത് ഒഴിവാക്കണം. ഞാൻ ശരിയാണ് എന്ന ഭാവമുണ്ട്. ഞാൻ ശരിയാണ് എന്നുള്ള ഭാവം, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്ന ഭാവം, ഈ ഭാവം ഉണ്ട് എങ്കിൽ ഇത് ഒഴിവാക്കണം. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സക്സസ് അട്രാക്ട് ചെയ്ത വ്യക്തികൾ നിങ്ങളിലേക്ക് വരാത്തത്. വന്നാൽ പോലും അതിന് നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല. അവര് ഈ ലോകം, ഈ പ്രപഞ്ചം എപ്പോഴും നിങ്ങളിലേക്ക് അബണ്ടൻസ് സെൻഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളാണ് കാരണം ആ അബണ്ടൻസ് തടസ്സം നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മതില് തീർത്തിരിക്കുന്നത് നമ്മളാണ്. എല്ലായ്പ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്ന, എല്ലായ്പ്പോഴും വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന, എല്ലായ്പ്പോഴും, കാരണം നമ്മളുടെ കണ്ണ് മുഴുവൻ അതിലേക്കാണ്. വെറുപ്പിലേക്കും ദേഷ്യത്തിലേക്കും വിഷമത്തിലേക്കും സങ്കടത്തിലേക്കും പ്രയാസത്തിലേക്കും കഷ്ടപ്പാടിലേക്കും മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ, നമുക്ക് ഈ ഡോറിലേക്ക് മുഖം തിരിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഓപ്പണായി കിടക്കുന്ന ഈ ഡോറ് നമ്മൾക്ക് കാണില്ല. വി കൻ നോട്ട് സീ ദിസ് ബിക്കോസ് വി ആർ ലുക്കിംഗ് അറ്റ് ദ റോങ് വേ. റോങ് ആയിട്ടുള്ള കാര്യത്തിൽ, റോങ് ആയ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, യെസ് ഓർ നോ? So we are looking at the wrong things and wrong ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നല്ല സമ്പൽ സമൃദ്ധി വേണം, നല്ല അവസരങ്ങൾ വേണം, നല്ല സാമ്പത്തികം വേണം, നല്ല വരുമാനം വേണം, നല്ല ബന്ധങ്ങൾ വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല അവസരങ്ങൾ വേണം, യാത്ര ചെയ്യണം, ട്രാവൽ ചെയ്യണം, ലൈഫിലേക്ക് അബണ്ടൻസും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ വേണം. And we are looking and we are carrying, we are holding on to പെയിൻ. നമ്മളുടെ പെയിനിന്റെ കഥ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചതിക്കപ്പെട്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ പ്രയാസത്തിലാണ്, ഞാൻ കഷ്ടപ്പാടിലാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് എന്താ വെച്ചാൽ എന്നെ ഇനിയും ചതിക്കും ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് ആരോടും വിട്ടുകൊടുക്കാൻ കഴിയില്ല, പുറത്തു കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ്, എനിക്ക് വെറുപ്പാണ്, എനിക്ക് പ്രൈഡാണ്, എനിക്ക് അഹങ്കാരമാണ്. ആയിക്കോട്ടെ, ഞാൻ കുറച്ചൊക്കെ അഹങ്കരിക്കും. ഇങ്ങനെയുള്ള യു ആർ ബിൽഡിംഗ് എ റോങ് പേഴ്സൺ. ആ ഒരു ശില്പം ഉണ്ടാക്കാൻ കഴിയുന്ന ആ കല്ലിനെ നിങ്ങൾ കൂടുതൽ ചെളിക്കുണ്ടിലിട്ടിട്ട് എന്ത് ചെയ്യാണ്? പൂഴ്ത്തിക്കളയുകയാണ്. And what you should happen? You should bring back, instead turn that focus into building. ബിൽഡിംഗിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. So we have to work on ourselves. Slowly ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? Day by day we are building. We have to build. Nobody can do that except us. നമ്മളാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ there is a huge possibility.
നമുക്കറിയില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തായിത്തീരാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ വാട്ട് വി തിങ്ക് വി ബിക്കം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമുക്ക് ആയിത്തീരാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഇതൊരു തമാശയല്ല. ഇറ്റ്സ് ബ്ലഡി സീരിയസ് ഫാക്ട്. ലൈക്ക് ഇറ്റ്സ് എ ഫാക്ട്. അതൊരു സത്യമാണ്. നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോക്കസ് ഉപയോഗിച്ച് നമ്മൾ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ബിൽഡ് ചെയ്ത് നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ ശരിയാണെന്നുള്ള ചിന്താഗതി, അത് നമ്മൾ ഒഴിവാക്കേണ്ട സംഗതിയാണ്. ഡിഫെൻസീവ് ആകുന്നത്, അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ജലസി, അസൂയ കൊണ്ട് നടക്കുന്നത്. ഓ, എന്റെ കൂടെ പഠിച്ചവനാണ് അവനിപ്പോ എന്നെക്കാട്ടിലും മുകളിലാണ്, അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അത് നമ്മൾ കുട്ടിയിലേക്ക് കളയേണ്ട സംഗതിയാണ്. നിങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏത് രീതിയിലുള്ള സംഗതികളിലാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ പ്രശ്നമായിട്ട് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, ചിന്തിച്ചേ പറ്റൂ. എന്തെല്ലാം പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട്. സ്വയം നശിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകള്, സ്വയം ബ്ലെയിം ചെയ്യുന്ന ചിന്തകള്, അത് നമുക്ക് വേണ്ടാത്തതാണ്. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചിന്തകള്, കളവ് പറയുന്ന സംഗതികള്, അവരെ ചതിക്കാൻ, നമ്മളെ യൂസ് ചെയ്യാൻ, മറ്റുള്ള വ്യക്തികളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിങ്കിങ്, അത് നമുക്ക് വേണ്ടാത്തതാണ്. നമ്മൾ എടുത്തു കളയേണ്ടതാണ്. ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ലോൺലി ആയിട്ട്, ഫിയർഫുൾ ആയിട്ട് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ദുശ്ശീലങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്കറിയാം നമുക്ക് അത് ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്തതിനെല്ലാം സിംപ്ലി വിട്ടുകളയാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തേ പറ്റും. വിക്ടിം മെന്റാലിറ്റി നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഞാൻ എന്താണ്, ഞാൻ വളരെ വിക്ടിമാണ്, ഞാൻ 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 ഇരയാക്കപ്പെട്ടതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കഥകൾ, സ്റ്റോറീസ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മളോട് പറയുന്ന സ്റ്റോറീസ് എന്താണ്? ഓരോ ദിവസവും നമ്മളോട് പറയുന്ന സ്റ്റോറീസ് എന്താ? നല്ല സ്റ്റോറീസ് ആണ്. സോ എന്താണ് നമ്മളോട് പറയുന്ന സ്റ്റോറീസ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. ഞാൻ പോരാ എന്നുള്ള സ്റ്റോറി, എനിക്ക് കഴിവില്ല, എനിക്ക് അവസരങ്ങളില്ല എന്നുള്ള സ്റ്റോറി. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്തിലാണ് ട്രാപ്ഡ് ആയി കിടക്കുന്നത്? ചിലപ്പോൾ ചില കൂട്ടുകെട്ടുകൾ നമുക്ക് പാടില്ലാത്തതായിരിക്കും, ചില ബന്ധങ്ങൾ നമുക്ക് പാടില്ല. നമ്മൾ വിട്ടുകളയേണ്ടത് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനെ വിട്ടുകളഞ്ഞാൽ, അതിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ, കൊത്തിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ ബിൽഡ് ചെയ്യാൻ കഴിയൂ. ബിക്കോസ് വി ആർ സോ ട്രാപ്ഡ് ഇൻ ദിം ആൻഡ് വി കനോട്ട് ലെറ്റ് us ഗെറ്റ് ഔട്ട്. നമുക്ക് നമ്മളെ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മളെ സഹായിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ബിക്കോസ് വി ആർ സോ ഗോട്ട. ആരാണത് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൺലി ആസ്. നമ്മൾ തന്നെയാണ് അത് നമ്മളോട് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് നമ്മൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മൾ നിർത്താം. ആൻഡ് എവറി ഡേ ഈസ് എൻ അപ്പോർച്യൂണിറ്റി. അതിനാണ് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യണം, ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇത് വീണ്ടും പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അവയർനെസ്. നമുക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു അവയർനെസ് വരണം. യെസ്, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യെസ്, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യെസ്, ഞാൻ ഇന്ന കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. യെസ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജ് നൽകാനാണ് ഇത് പറയുന്നത്. നത്തിങ് എൽസ്. നിങ്ങളോട് കൂടുതൽ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയുകയോ സംസാരിക്കുകയോ അല്ല ചെയ്യുന്നത്. ബിക്കോസ് വി നീഡ് ടു ഹാവ് എൻ അവയർനെസ്. ഈ ഒരു അവയർനെസ് നമുക്ക് എന്ത് ചെയ്തേ പറ്റും. പിന്നെ എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദർ ഇസ് 6 സ്റ്റേജ് ഉണ്ട്. ഇന്നത്തെ വിഷയം അതാണ്, 6 സ്റ്റേജ്. 6 സ്റ്റേജ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെങ്കിൽ ഈ 6 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകും. ഓരോ സ്റ്റേജും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ആർ യു റെഡി? ഇഫ് യു ആർ സൂപ്പർ എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ SE എന്ന് കമന്റ് ചെയ്യുക. SE, സൂപ്പർ എക്സൈറ്റഡ്. ഐ വാണ്ട് യു ടു കമന്റ് ഡൗൺ SE. ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യും.
I want you to comment down. SE. Okay. Be here in video. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യും, വീഡിയോയിൽ വരാൻ ശ്രമിക്കാം. Okay. So, നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പുറത്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. ഈ 6 സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഈ 6 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതിൽ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് മിസ്സിംഗ് ആണോ, അല്ലെങ്കിൽ ഇതിൽ ഏത് ലെവലിലാണ് നിങ്ങളത്? ഒരു 6 ലെവൽ ഓഫ് ഒരു ലെവലാണ്, ഒരു ഓർബിറ്റ് പോലെയാണ്. ഇതിൽ ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്. ഇതൊരു 6 C ആണ്, 6 C's ഓഫ് ഗ്രോത്ത് എന്ന് പറയും. അതായത് ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങൾ കമ്മിറ്റഡ് ആണോ എന്നുള്ളതാണ്. യു ടേക്ക് എ കമ്മിറ്റ്മെന്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? യു ടേക്ക് എ കമ്മിറ്റ്മെന്റ്. നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കുക. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് കമ്മിറ്റ്മെന്റ്? യു ടേക്ക് എ ഫേം ഡിസിഷൻ. എനിക്ക് എന്താണോ ആയിത്തീരേണ്ടത്, എനിക്ക് എന്താണോ നേടിയെടുക്കേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാം. ഞാൻ ഇതാ ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ല, ഇനി അതിൽ നിന്നൊരു മടങ്ങിപ്പോക്കില്ല. കമ്മിറ്റഡ്, സ്റ്റേ കമ്മിറ്റഡ്. ഞാൻ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാണോ, ഏതെല്ലാം രീതിയിൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ടോ ആ രീതിയിലെല്ലാം ട്രാൻസ്ഫോം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് ഞാൻ എന്നെ അലൗ ചെയ്യുന്നു, അതിന് ഞാൻ എന്നെ സബ്മിറ്റ് ചെയ്യുന്നു, ഞാൻ സമർപ്പിക്കുന്നു. ഐ ആം റെഡി ടു ഡു ഇറ്റ്. ദാറ്റ്സ് കോൾഡ് കമ്മിറ്റ്മെന്റ്. യു മേക്ക് എ പ്രോമിസ്. നിങ്ങൾ നിങ്ങളോടൊരു പ്രോമിസ് കൊടുക്കണം. വാട്ട് ഈസ് കമ്മിറ്റ്മെന്റ്? യു മേക്ക് എ പ്രോമിസ്. ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോമിസ് കൊടുക്കും, ഒരു തീരുമാനത്തിൽ വെച്ച്. അല്ല ജസ്റ്റ് ചുമ്മാ ഒരു ആഗ്രഹം പറയല്ല, ജസ്റ്റ് ചുമ്മാ ഒരു ആഗ്രഹം എഴുതി വെക്കല്ല. യു ആർ ബ്ലഡി കമ്മിറ്റഡ്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? കമ്മിറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എനിക്ക് ആ ലക്ഷ്യം നേടിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് എന്താണോ ഞാൻ ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇരിക്കണോ, പഠിക്കണോ, വായിക്കണോ, പ്ലാൻ ചെയ്യണോ, എന്താണോ എഴുതേണ്ടത്, ഐ ആം റെഡി ടു ഡു എനിത്തിങ്. ക്ലിയർ ആണോ? I'm ready to do anything. So are you that much serious? Are you serious? Only serious people can make a commitment. Or are you fake? Commitment il thanne fake aayittulla commitment kodukkunnavarundi. Fake personality, fraud. Are you a fraud when it comes to your dream? Aru vyajanano? Chelappo adayirikkum. Adondayirikkum evide ethathu. അതുകൊണ്ടായിരിക്കും പണിയെടുക്കാതെ, അതുകൊണ്ടായിരിക്കും അധ്വാനിക്കാത്തത്, അതുകൊണ്ടായിരിക്കും മടി, അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഓൺ ചെയ്യാത്തത്, അതുകൊണ്ടായിരിക്കും ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്നിട്ട് സീരിയസ് ആയിട്ട് ഇരുന്ന് എഴുതി പഠിക്കാത്തത്, അതുകൊണ്ടായിരിക്കും കാര്യങ്ങള് അതുകൊണ്ടായിരിക്കും എന്ത് വെച്ചാല് ആർ യു ഫേക്ക്? ആർ യു എ ഫേക്ക് പ്രോമിസ് ഗിവർ? Are you a fake commitment person? Fakely committed ആയിട്ടുള്ള ആളാണോ? Or are you genuine? നമ്മളോട് സ്വയം ചോദിക്കുക. ഉള്ളിന്റെ ഉള്ളിലേക്ക് കുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് ഉള്ളിലേക്ക് ടോർച്ച് അടിച്ചിട്ട് ചോദിക്കണം, എന്നോട് പറയേണ്ട ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾക്കറിയാം ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ ഫേക്ക് ആണോ, നിങ്ങൾ ജെനുവിൻ ആണോ? ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. യു നോ ഹൂ യു ആർ. നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സീൻ ഇൻ യുവർ നിയർ ആക്ഷൻ. നിങ്ങളുടെ പ്രവർത്തികളിൽ അത് കാണും. നിങ്ങളുടെ പ്രവർത്തികളിൽ, നിങ്ങളുടെ അധ്വാനത്തിൽ അത് കാണും. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങൾ ജസ്റ്റ് ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് യു ടോക്ക് അബൌട്ട്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതല്ല. ഇറ്റ് വിൽ ബി ഷോൺ ഇൻ യുവർ ആക്ഷൻ. ഇഫ് യു ആർ എ കമ്മിറ്റഡ് പേഴ്സൺ, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതാണ്, ഇറ്റ്സ് എ പ്രോമിസ് ദാറ്റ് യു ക്യാൻ കീപ്. നിങ്ങൾ കീപ്പ് ചെയ്യുന്ന പ്രോമിസ് ആണ്. And what is the promise that you are given to yourself? ഞാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറയാണ്.
നിങ്ങളെ കൊണ്ട് ഇരുന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട് പറയൂ. വേണ്ട, വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ ശരിക്കും ഈ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് ക്ലാസ്സിൽ വരുന്നു, പക്ഷെ ശരിക്കും ഈ ക്ലാസ്സിൽ മോർണിംഗ് മെഡിറ്റേഷനിൽ എത്തണം. ഞാൻ മോർണിംഗ് മെഡിറ്റേഷനിൽ എത്താറുണ്ടോ? ഇല്ല. ഇവിടെ കുറേ ആൾക്കാർ, ഏകദേശം 30ഓളം ആൾക്കാർ മോർണിംഗ് മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ടില്ല, ക്ലാസ്സിലേക്ക് വരുന്നുള്ളൂ. കാരണം എനിക്ക് മോർണിംഗ് മെഡിറ്റേഷൻ പണിയെടുക്കാൻ എനിക്ക് മടി. പക്ഷെ എനിക്ക് സ്വപ്നത്തിന്റെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, രസമാണ്, നല്ല കിക്കാണ്, നല്ല വൈബാണ്, ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആവും. ഇതേ എനിക്ക് ഈസിയാണ്. മറ്റേ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണടച്ചിരിക്കണം, അങ്ങനെ ഇരിക്കണം. ഐ കനോട്ട് ഡു ദാറ്റ്. ഐ എം നോട്ട് റെഡി ടു ഡു ദാറ്റ്. I'm not ready to do that. I'm not serious. I'm not bloody serious. ഞാൻ സീരിയസ് അല്ല. ഞാൻ ആ സ്വപ്നത്തിൽ ഞാൻ അത്ര സീരിയസ് അല്ല. ഞാൻ എന്റെ സ്വപ്നത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തവനാണ്. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. I am a fake promiser. I am a fake commitment person. That's what I am. That's why you are not participating. That's why you are not practicing properly. That's why you are not doing things right. Understand that and accept that fact. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല. Accept it and understand that you don't deserve it. അത് ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ പണി നിർത്തിപ്പിക്കോ. Or if you want to transform your life, ജെനുവിൻ ആയിട്ട് സ്വപ്നത്തിലേക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തേ പറ്റൂ? പണിയെടുക്കാൻ തയ്യാറായ പറ്റൂ. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായ പറ്റൂ. സോ ഇഫ് യു ആർ മേക്കിംഗ് എ കമ്മിറ്റ്മെന്റ്, ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ് ഫോർ യുവർ സെൽഫ്, what you should do, you should keep that promise even if it is hard. At least show some genuinity. ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് സാർ, പറ്റുന്നില്ല. No. If you are so genuine, if you are so serious, you will create an opportunity. You will create the situation. It's not your condition. നിങ്ങളുടെ കണ്ടീഷൻ അതാണ്, നിങ്ങളുടെ അവസ്ഥ ഇതാണ്. നോ. ഞാൻ പറയുന്നത് ഇതിൽ എന്നെ പങ്കെടുക്കണം എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ആ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. പഠിക്കേണ്ട കോഴ്സ് പഠിക്കുക, പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. So you have to do that. Write ചെയ്യുക, വായിക്കുക. Like, you have to force yourself sometimes. Sometimes you have to, you have to push yourself. Sometimes you have to you have to put yourself, allow yourself to go through that pain. And that's what it is. Commitment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. That's what you should do. Sometimes okay, it's okay. I know it's not easy, but I have to put myself out there. Sometimes I have to push myself. Sometimes I have to help myself. Sometimes I have to love myself. Sometimes I have to pull myself. I don't know, whatever it is, I am ready to do that. And that's what commitment. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവണം. ആ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓടണം. ഇനി ഓടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടിലഴയണം. എണഞ്ഞിട്ടാണെങ്കിലും ശരി, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എന്ത് ചെയ്യണം? ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. So sometimes you cannot do it perfectly, but you keep on trying, and that's what you are trying to do here. But the thing is you can do better. Don't give excuses. You can do better. You can always do better. Improve. So every day is an opportunity to improve. Just get up and do, get up and do, get up and go, get up and go, and do it, and do it, and do it, and do it again, do it again. You need this speech. You need this help. You need this support. That's why you are here. Otherwise, you won't be here. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഈ രൂപത്തിൽ കിട്ടേണ്ടതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തേണ്ടതാണ്. That's why you are listening to this. That's why you are here. Maybe it is making you uncomfortable. ഇത് നിങ്ങളെ ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടാവും, പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വല്ലാത്തൊരു എന്തൊക്കെയോ തോന്നുന്നുണ്ടാവും. ബട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ പുഷ് നിങ്ങൾക്ക് ആവശ്യമാണ്. And this is also, this is one way this universe is helping you. ഈ ക്ലാസ് നിങ്ങൾ എത്തിയതും ഈ ക്ലാസ് നിങ്ങൾ it is universe is helping you through me, through us, through these people, through this platform.
It's a gift. Take it. It's an opportunity. It's a blessing that is happening around you. And if you cannot see that and take it and you make use of it, അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ കിട്ടുന്ന ഈ ഒരു അവസരം, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബെനിഫിറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മുൻപിലേക്ക് യൂണിവേഴ്സ് ഇട്ട് തരുമ്പോൾ, ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് വന്നു തരുമ്പോൾ, ഇറ്റ് ഹാസ് എ മീനിങ്, ഇറ്റ് ഈസ് എ സൈൻ, ഇറ്റ് ഈസ് എ കോൾ. അത് കേൾക്കാൻ തയ്യാറായി എന്റെ ഗ്രേറ്റ്നെസ്സിലേക്ക്, എന്റെ ബെറ്റർമെന്റിലേക്ക്, എന്റെ വളർച്ചയിലേക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെ നിൽക്കുമ്പോ, ഇഫ് ഐ എം നോട്ട് ലിസണിങ് ടു ദിസ്, if I'm not helping myself, if I'm not taking it as a chance, ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് ഞാൻ എന്നെ മാറ്റിമറിക്കാൻ എന്നെ അവസരമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, you don't deserve your dream. നമ്മുടെ ഡ്രീം എന്തില്ല, നമ്മൾ ഡിസേർവ്. So have a commitment. Commitment means like, show your sincerity, genuinity. നിങ്ങൾ ആത്മാർത്ഥത കാണണം in your work, in your actions, and that is the first step to grow. തീർന്നിട്ടില്ല, 6 സ്റ്റെപ്പ് ഉണ്ട്. Then second step എന്ന് പറയുന്നത് courage. Courage ആണ്. Second C എന്ന് പറയുന്നത്, first C commitment, second C courage. നമ്മൾ ഈ കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന, കമ്മിറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കറേജ്. കറേജ് എന്ന് പറയുന്നത് സബ്മിഷൻ. കമ്മിറ്റ്മെന്റ് ആണ് സബ്മിഷൻ. സബ്മിറ്റ് ചെയ്യുമ്പോൾ, സബ്മിറ്റ് ചെയ്യാൻ അതിലേക്ക് ആത്മസമർപ്പണം നടത്തുമ്പോൾ, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വരുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, എന്തിലും കടന്നു പോകാനുള്ള ഒരു ധൈര്യം നമുക്ക്. നഷ്ടം സംഭവിച്ചേക്കാം, നമുക്കറിയില്ല. ബട്ട് ഐ എം സോ ബ്ലഡി ജെനുവിൻ. എനിക്കറിയില്ല എന്ത് സംഭവിക്കും, എനിക്കറിയില്ല എവിടെ എത്തും എന്നുള്ളത്, എനിക്കറിയില്ല. അതിന് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഞാൻ ഇത് സോൾവ് ചെയ്യാന്ന് എനിക്കറിയില്ല, ഇതിന്റെ ഓരോ സ്റ്റെപ്പുകൾ എന്താ എനിക്കറിയില്ല. ഐ കനോട്ട് സീ എനിത്തിങ്, ബട്ട് ഐ നോ വൺ തിങ്, വാട്ട് എവർ ഇറ്റ് ഈസ് ഔട്ട്, അതിലൂടെ കടന്നു പോകാൻ ഞാൻ ഓക്കെയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരുപാട് പഠിക്കേണ്ടി വരും, ഒരുപാട് സമയം എഫേർട്ട് ഇടേണ്ടി വരും, ഒരുപാട് സമയം ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, ആയിരക്കണക്കിന് തവണ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, ആയിരക്കണക്കിന് തവണ ഞാൻ ചിലപ്പോൾ വായിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും, കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും, ഞാൻ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യേണ്ടി വരും, രാവിലെ എണീക്കേണ്ടി വരും, 5 മണിക്ക് എണീക്കേണ്ടി വരും, രാത്രി 10 മണിക്ക് കറക്റ്റ് ടൈമിന് ഉറങ്ങേണ്ടി വരും, ഞാൻ രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം റെഡി ടു ഡു ദാറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ലൈക്കിനോ അതല്ലെങ്കിൽ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ആൾക്കാർ ചിലപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഞാൻ ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബിസിനസ് ഫെയിൽ ആയേക്കാം, ചില പ്രതിസന്ധികൾ വന്നേക്കാം, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് ഐ വിൽ ഗോ ഫോർ ഇറ്റ്. ഐ എം റെഡി ടു ഗോ ത്രൂ ദാറ്റ്. ഓൺലി പീപ്പിൾ ഹു ആർ റെഡി ടു ഗോ ത്രൂ പെയിൻ, അതാണ് കറേജ്. വേദനയിലൂടെ കടന്നു പോകാനുള്ള ആ ഒരു ധൈര്യം. എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട്, എന്നാലും ഞാൻ എന്നെ പുഷ് ചെയ്ത് അതിലേക്ക് എത്തിക്കും. സോ വെൻ യു ഹാവ് എ കമ്മിറ്റ്മെന്റ്, you will have a courage. Commitment ഏറ്റെടുത്ത ഒരാൾക്ക് മാത്രമേ ആ courage ഓട്ടോമാറ്റിക്കലി വരൂ. You got it? കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാൻ ഏറ്റവും വലിയ പേടി എന്ത്, ഈ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നിങ്ങളൊന്ന് തീരുമാനമെടുക്കുക. യു മേക്ക് എ ഡിസിഷൻ. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതാണ്, മറ്റേത് ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അതിലേക്ക് ഒരു ഡിസിഷൻ എടുക്കലാണ്. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സംഭവിക്കും. I am ready to go. Yes, I have decided. എത്ര ഇപ്പൊ മാക്സിമം സംഭവിക്കാന്ന് എനിക്കറിയില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ മരിച്ചു. മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജയിലിൽ പോകും. മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. ഞാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, പ്രയാസങ്ങളുണ്ട്. അതിന് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക, ചെറിയ രീതിയിലാണെങ്കിലും ആക്ഷൻസ് എടുക്കുക. So that's called commitment. It's not a big thing. വലിയ തീരുമാനം, വലിയ സംഗതികൾ എടുക്കണമെന്നില്ല, ചെറിയ സ്റ്റെപ്സ് എടുക്കുക. That is a commitment. Yes or no? It's not about a big thing. ആ ചെറിയ സ്റ്റെപ്സുകൾ എടുക്കാനുള്ള ആ ഒരു മൈൻഡ്, അതിലേക്ക് എഫേർട്ട് ഇടാനുള്ള ഒരു മൈൻഡ്, ഒരു തീരുമാനം എടുക്കുകയാണ്. ദുശീലങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് തീരുമാനം എടുക്കണം. യു മേക്ക് എ കമ്മിറ്റ്മെന്റ്. ഞാൻ ഇനി അത് ചെയ്യില്ല, ഞാൻ ഇനി അങ്ങനെ പെരുമാറില്ല, ഞാൻ ഇനി അങ്ങനെ സംസാരിക്കില്ല, ഞാൻ ആ രൂപത്തിൽ ഇനി എന്ത് ചെയ്യില്ല, ആൾക്കാരോട് ഇടപെടുകയില്ല, ഞാൻ ആ ദുശീലം കൊണ്ടു നടക്കില്ല. യു ടേക്ക് എ കമ്മിറ്റ്മെന്റ്, യു ടേക്ക് എ ഡിസിഷൻ.
And that is a small step. You don't know, like, ഇതെനിക്ക് ചെയ്യാൻ കഴിയോ, ഇതെനിക്ക് നിർത്താൻ കഴിയോ, എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ like whatever it is, I don't know what is the future holds for me, but I know one thing, now I want to make a commitment. എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് എടുത്തേ പറ്റും, ഞാൻ അത് ചെയ്യാൻ പോകണം. And you take a decision and you take that and you do it. അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം വരും. ആ കറേജ് വരുന്നതോടുകൂടി, ധൈര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എല്ലാം ഏതൊരു പുതിയൊരു തീരുമാനം എടുക്കുമ്പോൾ, പുതിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ പ്രയാസമായിരിക്കും. ഇറ്റ് വിൽ ബി ഹാർഡ് ഇൻ ദ ബിഗിനിങ്. ഇറ്റ് വിൽ ബി ഹാർഡ് ഇൻ ദ ബിഗിനിങ്, മെസ്സി ഇൻ ദ മിഡിൽ, ബട്ട് പീസ്ഫുൾ അറ്റ് ദ എൻഡ്. ഇറ്റ് വിൽ ബി ഹാർഡ് ഇൻ ദ ബിഗിനിങ്, മെസ്സി ഇൻ ദ മിഡിൽ, ബട്ട് പീസ്ഫുൾ അറ്റ് ദ എൻഡ്. ക്ലിയർ ആണോ? പീസ്ഫുൾ ആണ്. അതായത് തുടക്കത്തിൽ പ്രയാസമായിരിക്കും, മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കും ഏതൊരു മാറ്റം, പക്ഷെ അന്ത്യത്തിൽ എന്തായിരിക്കും? അതിന് ശാന്തമായിരിക്കും. സോ യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞാൻ ആ തീരുമാനം എടുത്തേ പറ്റൂ, ഞാൻ ആ യാത്ര ചെയ്തേ പറ്റൂ, ഞാൻ ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ ആ ബുക്ക് എഴുതിയത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ എക്സസൈസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ എന്റെ ഭാരം കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ മോർണിംഗ് വാക്കിന് പോകും എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, എക്സസൈസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നു പറയുന്നത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ലൈക്ക് യു ഡു ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഹാർഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് ഇറ്റ് ക്യാൻ ബി മെസ്സി ഇൻ ദ മിഡിൽ. പകുതിക്ക് ചിലപ്പോൾ അത് കുഴഞ്ഞു മറിഞ്ഞേക്കാം, ആകെ കൺഫ്യൂഷൻ ആയേക്കാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ വന്നേക്കാം, പകുതിക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോയാലോ എന്നുള്ള ചിന്ത വന്നേക്കാം, ചിലപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോയെന്നും വരാം. പക്ഷേ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ അത് വെച്ചാൽ അവസാനം എന്താവും? ഇതെല്ലാം ശാന്തതയിലേക്ക് എത്തും, ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് എത്തും. സോ ഹാവ് ദാറ്റ് ഹോപ്പ്. ആ ഒരു സംഗതിയാണെന്ന് വെച്ചാൽ കറേജ് എന്ന് പറയും, ധൈര്യം. ക്ലിയർ ആണോ? ധൈര്യം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും എന്ന് ഉറപ്പുണ്ടായിട്ട് വിശ്വസിക്കലല്ല, അതിനല്ല ധൈര്യം എന്ന് പറയും. അതെന്താണ്? അത് ആത്മവിശ്വാസമാണ്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന സംഗതിയാണ്. എന്ന് വെച്ചാൽ അതല്ല ധൈര്യം. ധൈര്യം എന്ന് പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ഫിയർ. ഫിയർ അവിടെയുണ്ട്, പേടി അവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെ എംബ്രേസ് ചെയ്യാം. പേടിയോട് പറയും കം ഹിയർ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനുള്ള ഒരു മെന്റാലിറ്റി. ഞാൻ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഐ അക്സെപ്റ്റ് ഇറ്റ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ, ഐ നോ ഇറ്റ് ഈസ് ദേർ, ഇറ്റ് വിൽ ബി ദേർ, ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ ആം റെഡി ടു ഗോ ഫോർ ഇറ്റ് ബിക്കോസ് ഐ വാണ്ട് ടു കോൺകർ ദിസ് ഫിയർ. ഈ ഫിയറിനെ എനിക്ക് കോൺകർ ചെയ്തേ പറ്റും. ബിക്കോസ് ദിസ് ഫിയർ ഈസ് ലിമിറ്റിംഗ് മീ ആൻഡ് ദിസ് ഫിയർ ഈസ് മേ നോട്ട് ബി റിയൽ. എനിക്ക് അറിയില്ല, ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും. You know what is the fear word? Fear വേർഡിന്റെ ഫിയർ എന്നുള്ള വേർഡിന്റെ ഫുൾ ഫോം അറിയോ? ഫിയർ, എഫ്, ഫാൾസ്, അതിനൊരു ആക്രോണിമാണ്. ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. തെറ്റായ തെളിവുകൾ ശരിയാണെന്ന് തോന്നലാണെന്ത്? തെറ്റായ തെളിവുകൾ ശരിയാണെന്ന് തോന്നലാണ് ഫിയർ എന്ന് പറയുന്നത്. ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. എഫ് എന്ന് പറയുന്നത് ഫാൾസ്, തെറ്റായ, എവിഡൻസ് തെളിവുകൾ, അപ്പിയറിംഗ് റിയൽ ശരിയാണെന്ന് തോന്നുക. അതെങ്ങനെ? ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക. തെറ്റായ തെളിവുകൾ ശരിയായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുക നമ്മുടെ മുൻപിൽ. അത് ആരാ പ്രത്യക്ഷപ്പെടുത്തുന്നത്? നമ്മൾ ചിന്തിച്ചിട്ട് കൂട്ടുന്നത്. സ്വർണം ശരിയല്ലേ? നമുക്ക് അറിയില്ല, അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് ഭയം, അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളായിട്ട് ചിന്തിച്ചിട്ട് ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫിയർ ആണ്. ഇറ്റ്സ് നോട്ട് റിയൽ. യു ഡോണ്ട് നോ ഇറ്റ്. യു ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് റിയൽ ഓർ നോട്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് റിയൽ. And even if it is real, I have to face it one day because otherwise I'm stuck here. അവിടെ പാമ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട്. Like, we have to go, we have to face it. പരാജയപ്പെട്ടേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, but like, I have to go and get
there, but I don't know, I'm not sure. അപ്പൊ നമുക്ക് അറിയില്ല, അറിയാത്ത കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. യു ഗോ ആൻഡ് ഫിയറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിഴല് പോലെയാണ്. വെളിച്ചവും നിഴലും പിന്നെ നമ്മളും 3 പേരും കൂടെ അടങ്ങിയിട്ടുള്ള സംഗതി പോലെയാണ് ഫിയർ എന്ന് പറയുന്നത്. വെളിച്ചമാണ് നമ്മൾ ഭയപ്പെടുന്ന സാധനം. അതിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ നമ്മളുടെ നിഴലാണ് നമ്മളുടെ ഭയം. അത് വലുതായിക്കൊണ്ടേയിരിക്കും. അകന്നു പോകും തോറും വലുതായിക്കൊണ്ടേ, അടുക്കും തോറും ചെറുതാവും, അല്ലെ? നമ്മൾ ലൈറ്റിനോട് അടുത്ത് ചെന്ന് നോക്കിയാൽ നമ്മുടെ നിഴല് ചെറുതായി. സോർണോ? അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ചാല് നമ്മള് ആ ഫിയറിന് കീഴടക്കാൻ നോക്കുക. യു ഹാവ് ടു കോൺകർ ദ ഫിയർ. വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ എന്താ വെച്ചാൽ അവർക്ക് പേടിയുണ്ട്. അതിനെ കീഴടക്കുന്നത് എങ്ങനെയാണ്? They just jump into it. They just trust the process. They just take action. They are getting there. Just trust and get out and take decision and jump. I don't know. നമുക്കറിയില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ടുള്ള വഴി ശരിക്കും നമുക്ക് കാണണം. നമുക്കിപ്പോ ഒരു ബാംഗ്ലൂരിലേക്ക് ഒരാൾ പോകാൻ തീരുമാനിച്ചു. ഇതുവരെ പോകാത്ത ഒരാളാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രിയിലും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വഴി അറിയില്ല, ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് വഴി അറിയാം. അദ്ദേഹം ലൈറ്റ് ഓൺ ചെയ്തു വാഹനത്തിന്. ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ഒരു 300 മീറ്റർ റോഡ് മുൻപിൽ കാണുന്നു. അദ്ദേഹം ആ 300 മീറ്റർ അങ്ങ് യാത്ര ചെയ്തു. അദ്ദേഹത്തിന് എന്തായാലും പോയേ പറ്റൂ. എസ്സോർണോ? വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങ് പോകും. ശരിയാണോ? നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്നതാണിത്. വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ സ്മോൾ തിങ്സ് ഓർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദ തിങ് ഈസ് വെൻ നമ്മൾക്ക് ഇതുവരെ അറിയാത്ത പുതിയൊരു ടാസ്ക് വരുമ്പോഴാണ് നമുക്ക് ഭയം. ഈ കാര്യങ്ങൾ, ഈ സക്സസിന്റെ ഫോർമുല നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. വി ആർ ഡൂയിങ് ഇറ്റ് എവറി ഡേ. നമ്മൾ ആ കാർ എന്ത് ചെയ്യും? ലൈറ്റ് ഓൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുൻപിൽ കാണുന്ന 300 മീറ്റർ നമ്മൾ എന്ത് ചെയ്യും? യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുമ്പം അവിടെ നിന്ന് ആ 300 മീറ്റർ കാണും, അടുത്ത 300 മീറ്റർ കാണും. ശരിയാണോ? കാരണം ആ 300 മീറ്റർ കവർ ചെയ്തപ്പോ അടുത്ത 300 മീറ്റർ നമുക്ക് കാണാൻ, അടുത്ത 300 മീറ്ററിലേക്കുള്ള വെളിച്ചം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് യാത്ര ചെയ്തപ്പോ അടുത്ത 300 മീറ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് 2 റോഡ്. അപ്പൊ നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കും, ആരെങ്കിലും ഉണ്ടോ. അപ്പൊ അതേ വഴിക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ആ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും, ഇത് അങ്ങോട്ടുള്ള റോഡാണ്. ആ പോയിന്റിൽ എത്തി നിൽക്കുന്ന ആൾക്ക്, അവിടെ എത്തിയിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് അങ്ങോട്ടുള്ള. അപ്പൊ നമ്മൾ ആ ഒരു വഴിക്ക് പോകും. നമ്മൾ എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തന്നെ എല്ലാം കാണാൻ കഴിയണം. നമുക്കെല്ലാം കാണാൻ കഴിയില്ല. യു ഹാവ് ടു ട്രസ്റ്റ്. നമുക്കറിയില്ല എല്ലാം നടക്കും. നമ്മളൊരു കുളത്തിലേക്ക് മീൻ പിടിക്കാൻ പോവാം. കുളത്തിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയോ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ആ കുളത്തിൽ മീനുണ്ടോ എന്നുള്ളത്? അവിടെ മത്സ്യം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മീനുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇരയൊക്കെ ഓർത്ത് നമ്മൾ ചൂണ്ടിലിടുക. നമുക്ക് കാണുന്നില്ല, നമുക്ക് ഏത് മീനെ കിട്ടുമെന്ന് നമുക്ക് പോലും അറിയില്ല. ഡു ഇറ്റ്. കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ ഇല്ല എന്നതിന് അർത്ഥമില്ല. നമ്മളായിട്ട് ചിന്തിച്ചു കൂട്ടണ്ട. നമുക്ക് അവസരം കിട്ടില്ല, നമ്മൾ പരാജയപ്പെടും, നമ്മൾ നഷ്ടപ്പെടും എന്നുള്ള രീതി. സോ വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഗോ ദേർ. ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നില്ലേ? വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആകെ ടോർച്ചും ഉള്ളൂ, കണ്ണ് കാണുന്നില്ല, ഇരുട്ടാണ്. മൊബൈലിൽ ടോർച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യും? പവർ കട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകും. ആ പോകുന്നതിനിടയിൽ ചിലപ്പോൾ അവിടെ പാമ്പുണ്ടാകാം, സംഗതികളുണ്ട്. അതൊന്നും നിങ്ങൾക്കറിയില്ല. വൈ യു ആർ നിങ്ങൾ എന്തിനാണ് തട്ടിത്തടഞ്ഞ് വീണേക്കാം? നിങ്ങൾ എന്തിനാ ടോർച്ച് അടിക്കുന്നത്? തൊട്ടടുത്ത വീടാ, എന്നിട്ട് നിങ്ങൾ ടോർച്ച് അടിക്കുന്നത്, ലൈറ്റ് അടിക്കുന്നത്? ആ ടോർച്ച് അടിക്കുമ്പോൾ കാണുന്ന ഒരു 200 മീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 100 മീറ്റർ ഉണ്ട്. ആ 100 മീറ്ററിന് 100 മീറ്റർ അല്ല, ആ കാണുന്ന ഒരു 10 മീറ്ററോ അല്ലെങ്കിൽ 5 മീറ്ററോ ഉണ്ട്. 2-3 മീറ്റർ നിങ്ങൾക്ക് കാണുള്ളൂ ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ, മൊബൈലിന്റെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ. പക്ഷേ ട്രസ്റ്റ് ചെയ്യണം, യു ഡൂയിങ് ഇറ്റ്. ബിക്കോസ് എവറി ഡേ വി ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഫിയർ, ബട്ട് വി ആർ ഓവർകമ്മിങ് ഇറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്
ഒരു പുതിയ ടെറിട്ടറി, പുതിയൊരു ടാസ്ക് വരുമ്പോഴും നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ട് വി ഹാവ് ടു ഓവർകം ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്? അടുത്ത സി എന്താണ്? ഈ കറേജ് വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വരും. കറേജ് വന്ന് തീരുമാനം എടുത്ത് നമ്മൾ അതിലേക്ക് കറേജ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരും. നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു, എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ, തീരുമാനമെടുത്തു, ധൈര്യം ഓട്ടോമാറ്റിക്കലി വന്നു. പേടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പേടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കലാണ് ധൈര്യം വരാനുള്ള അവസ്ഥ, വേറെ ഒന്നുമല്ല. പേടിച്ച് നിന്നിട്ട് കാര്യമില്ല, വേറെ വഴിയില്ല, ഇനി ഞാൻ ഇതിന്റെ പിന്നാലെ പോവല്ലാതെ വേറെ വഴിയില്ല, ഇറങ്ങല്ലാതെ വേറെ വഴിയില്ല, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഇറങ്ങുന്നു എന്ന് അങ്ങോട്ട് തീരുമാനിക്കുന്നതാണത്. അല്ലാതെ പേടി ഇല്ലാതിരിക്കല്ല. നമ്മൾ പറയുന്നത് പേടി ചെന്നിട്ട് കാര്യമില്ല. am I right? ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, ആക്സിഡന്റ് ആവോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് ഡ്രൈവ് ചെയ്യാതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നോ സ്കൂട്ടിയുടെ ലൈസൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബൈക്കിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട്, കാറിന്റെ ലൈസൻസ്. ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നോട് എത്രയോ ആൾക്കാർ പറയുന്നത്, സാർ ലൈക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 10 വർഷങ്ങളായി ഞാൻ റോഡിലേക്ക് ഇറക്കൂല, പേടിയാണ്. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം, ദാറ്റ് ഈസ് മീ. ഞാൻ പറയണമെന്ന് വെച്ചാൽ, പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ, എങ്ങാനും ഇനി നിങ്ങൾ പോയി ആക്സിഡന്റ് ആയി വിട്ടിക്കും, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഇനി പേടിച്ചു നിന്നൊരു കാര്യമുണ്ടോ? ഇല്ല. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇനിയിപ്പോ നോക്കിയിട്ടൊന്നും കാര്യമില്ല, നേരെ ഹോസ്പിറ്റലിൽ പോവാ, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? റെസ്റ്റ് എടുക്കേണ്ടി റെസ്റ്റ് എടുക്കുക. ലൈഫിനെ കാണേണ്ടത് അങ്ങനെയാണ്. ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പോ എന്താണ് വരുന്നിടത്ത് വെച്ച് കാണുക. am I right? അത്രയല്ലേ ഉള്ളൂ അവസാനം സംഭവിക്കാൻ പോണത്. ലൈഫിന്റെ ഏത് ഘട്ടത്തിൽ ഇത്രയും സംഭവിക്കാൻ പോകണം? ഇവിടുത്തെ പേടിച്ചിരുന്ന അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് വെച്ചാൽ പേടിച്ചിരുന്നൊരു കാര്യമില്ല, നമ്മൾ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ച ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യം വരും. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അപ്പോഴേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതാണ് ക്രിയേറ്റിവിറ്റി. അവിടെ സൊല്യൂഷൻ കാണുന്നു. വണ്ടി ആക്സിഡന്റ് ആയി, വേറെന്താ ചെയ്യാ? വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കണം. ദാറ്റ്സ് ഇറ്റ്. വേറെന്താ ചെയ്യേണ്ടത്? കേസുമായിട്ട് പോകണം. ദാറ്റ്സ് ഇറ്റ്. ദെൻ യു കം അപ്പ് വിത്ത് ദീസ് ഐഡിയാസ്. അപ്പൊ ആ കേസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? So when you make a decision, when you make a commitment and when you make a decision and then you are ready to go, ആ കറേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്നൊരു കാര്യമാണ് എന്ത് വെച്ചാൽ, മനസ്സിലാവുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി. വഴികൾ ഓപ്പൺ, നിങ്ങൾക്ക് ഐഡിയസ് ലൈക്ക് അല്ലെ, അനിത മാമിന് ആ ഒരു ബിസിനസ് തുടങ്ങണം, ആ ഷോപ്പ് തുടങ്ങണം. ആൻഡ് ദാറ്റ് ഈസ് ദ ഫിയർ there. ഞാൻ എങ്ങനെ തുടങ്ങും, എപ്പോൾ തുടങ്ങും, ഏത് രീതിയിൽ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും, അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. That fear. അതിന് പണം വേണം, കാര്യങ്ങൾ. But you make a decision. You take a decision and you are starting there and you are going to do it. അത് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിറങ്ങുന്ന സമയത്ത് അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ക്രിയേറ്റിവിറ്റി വരും. അപ്പൊ എവിടുന്ന്, എങ്ങനെ, എന്ത്, ഞാൻ ആരുടെ ചിന്തിക്കും? When you make a decision, when you are courageous, your creativity flows in. പേടിച്ച് നിന്നാൽ ക്രിയേറ്റിവിറ്റി ഷട്ട് ഡൗൺ ആവും. എനിക്കിനി പറ്റില്ല. ധൈര്യം വന്നാൽ ഉടനെ എന്ത് ചെയ്യും? ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യണം. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല, പോവുക, വീട്ടിലെത്തണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ, ഇതെന്തായാലും പ്രശ്നം പരിഹരിക്കണമല്ലോ, എന്തായാലും ഇത് ഫേസ് ചെയ്തേ പറ്റും എന്നൊരവസരം വരുമ്പോ എങ്ങനെ ഫേസ് ചെയ്യും, എന്ത് ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ ചോദിക്കും. That's when you look for creativity and this creativity will come. ഹലോ, മനസ്സിലാവുന്നുണ്ടോ സാറേ? മനസ്സിലാകുന്നുണ്ടോ? എന്താണ് നമ്മൾ സ്റ്റക്കായി കിടക്കുന്നത്? തീരുമാനം എടുക്കുന്നില്ല. ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ്. എത്രയോ കാലമായി വീടൊന്ന് പുതുക്കി പണിയണം എന്ന് വിചാരിച്ചിട്ട്, എത്രയോ കാലമായി വീടൊന്ന് മാറണം എന്ന് വിചാരിച്ചിട്ട്, എത്രയോ കാലമായി വീട്ടിലെന്ന് വെച്ചാൽ ഇതിലുള്ള പെയിന്റിങ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എങ്ങനെ, എപ്പോ, അത് ഇത്, യു ടേക്ക് എ ഡിസിഷൻ. അടുത്തതെന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴികളുണ്ട്, തീരുമാനം എടുക്കുന്നുണ്ടോ? എത്രയോ ആൾക്കാരല്ലേ, മക്കളെ ഞാൻ ഇനി എങ്ങനെ കെട്ടിക്കും, എന്റെ കടങ്ങൾ എങ്ങനെ ഞാൻ വീട്ടും, പേടിച്ച് നിൽക്കാൻ, എന്റെ മക്കളെ ഞാൻ എങ്ങനെ കെട്ടിക്കും, അല്ലെങ്കിൽ എന്റെ ഈ പറഞ്ഞിരിക്കുന്ന എന്റെ ഈ വീട് ഞാൻ എങ്ങനെ വെക്കും, എനിക്ക് അറിയില്ല. പേടിച്ച് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും പേടിക്കുന്നതോടുകൂടി പേടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുൻപിലേക്ക് ഇട്ട് തരും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ആ വഴിക്കാണ്. പേടിയെ പേടിക്കരുത്, പേടിക്കുന്നതിനെ പേടിക്കരുത്. നിങ്ങളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും പേടിക്കരുത്. That's what you are doing. നിങ്ങൾ പേടിക്കുന്ന കാര്യത്തെ നിങ്ങൾ
പേടിക്കാൻ പാടില്ല, മറിച്ച് അതിനെ എംബ്രേസ് ചെയ്തേ പറ്റൂ, വെൽക്കം ചെയ്തേ പറ്റൂ. ഇറ്റ്സ് ഓക്കെ. എനിക്കറിയാം നീ അവിടെ ഉണ്ട് എന്നുള്ളത്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കറിയാം നീ ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് പേടി എന്താ വെച്ചാൽ എന്റെ ദുശ്ശീലം ഇങ്ങനെയാണ്, എന്നിട്ട് ഇനിയും ഞാൻ ബിസിനസ് ഒക്കെ തുടങ്ങണോ? കാരണം ഇതിനു മുൻപ് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാണ്, ഞാൻ വലിയ രീതിയിൽ ചെയ്യണോ? ഞാൻ അതിനെ പറ്റിയ ക്യാരക്ടറുള്ള ആളാണോ? ഞാൻ അതിനെ പറ്റിയ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണോ? ഞാൻ വീണ്ടും ആ മണ്ടത്തരം ചെയ്യില്ലേ? എനിക്ക് ആ ദുശ്ശീലമുള്ള ആളല്ലേ? അപ്പൊ എനിക്കത് പറ്റിയ പണിയല്ല, എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, ഞാൻ ഇനിയും അതിന് ട്രൈ ചെയ്തിട്ട് വീണ്ടും മണ്ടത്തരത്തിൽ ചെന്ന് ചാടണോ? പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് ചെയ്യണം 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 ചെയ്യണം. പേടിയാണ്. കാരണം ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഇപ്പൊ പേടിയാണ്, തീരുമാനം എടുക്കാൻ വയ്യ, പാരലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. പഴയ ഹിസ്റ്ററി മൊത്തം മുൻപിലേക്ക് വരും, പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വർക്കായി തുടങ്ങും. വി ഹാവ് ടു ഗെറ്റ് ബാക്ക് അഗെയിൻ. വീഴുന്നിടത്ത് കിടക്കല്ല വേണ്ടത്, get back again, ride it again. ഒരു കാര്യം മനസ്സിലാക്കുക, you become so good, you get better whenever each time you try again. നിങ്ങൾ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ്, പുതിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അത് പ്രയാസമാകുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോൾ ആ വഴി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾക്ക് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി, കൂടുതൽ ധൈര്യത്തോടു കൂടിയിട്ട്, കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബിക്കോസ് യു ഹാവ് റിഡൻ ദാറ്റ് റോഡ്. ലൈക്ക് നിങ്ങൾ അതിലൂടെ ആ ഒരു എന്താ പറയാ, വാഹനമായിട്ട് നിങ്ങൾ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഗെയിം നിങ്ങൾ പലതവണ കളിച്ചിട്ടുണ്ട്. ആ ഗെയിം നിങ്ങൾ പലതവണ, ആ ലെവല് നിങ്ങൾ പലതവണ കളിച്ചതാണ്. കളിച്ച ലെവല് നിങ്ങൾക്ക് ഇനിയും കളിക്കാൻ കഴിയും. പുതിയ ലെവലും ഇതേപോലെ ആണ്. ആദ്യത്തെ പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റും, വീണ്ടും എണീക്കെ, വീണ്ടും ഓടുക, വീണ്ടും ട്രൈ ചെയ്യുക. ഡു ഇറ്റ് അഗൈൻ ആൻഡ് ഡു ഇറ്റ് അഗൈൻ ആൻഡ് ഡു ഇറ്റ് അഗൈൻ ആൻഡ് ഡു ഇറ്റ് അഗൈൻ. Even if you fail, no matter how many times you do it again, fail, you just do it again and again and again and again and again. And what happens? You become so good at it. അതിൽ നിങ്ങൾ സ്മൂത്ത് ആകും, ആശാനായി മാറും, നിങ്ങൾ എന്താ എക്സ്പേർട്ട് ആയിട്ട് മാറും. ദാറ്റ്സ് ഹൗ യു ബിക്കം an expert, and that's how you survive and grow and continuously achieve your dream. അങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. You face that fear through hitting it. അതൊരു വാളായിട്ട് നമ്മുടെ മുൻപിൽ വന്ന് കിടക്കുക, ഇടിച്ച് 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 പൊട്ടിക്കണം. And you have to repeatedly hit it. What did you think? നിങ്ങൾ എന്താ വിചാരിച്ചു? ഒരു തവണ ഇടിച്ചാൽ പൊട്ടുന്ന് വിചാരിച്ചോ? 2 തവണ ഇടിച്ചാൽ പൊട്ടുന്ന് വിചാരിച്ചോ? 3 4 തവണ ഇടിച്ചാൽ പൊട്ടുന്ന് വിചാരിച്ചോ? ഓ, ഞാൻ 3 4 തവണയൊക്കെ ഇടിച്ചിട്ട് എനിക്ക് മതി, ഇനി എനിക്ക് പറ്റില്ല, ഞാൻ എല്ലാം ട്രൈ ചെയ്തു. No, you didn't try completely. You are a bloody coward. ഭീരുവാണ്, പേടിച്ചതാണ്. Get out. If you want that dream, do it again. I know it will be painful, it will be, you're so scared, but do it again. Get up and do it again. Because the more time you do it, the more time, the again and again, the try, the repeatedly that you are doing it, it will be easier for you. നിങ്ങൾക്ക് അറിയാം, വീണ്ടും വീണ്ടും പോയാൽ തീരാവുന്ന പ്രശ്നമാണ്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ്. ആ ബൈക്ക് എങ്ങനെ ഓടാൻ പഠിച്ചത്? വീണില്ലായിരുന്നു, നിർത്തി വന്നിട്ട് വീണ്ടും എണീറ്റ് വീണ്ടും ഓടിച്ചു. വീണിരുന്നു, തൊലി പോയില്ലായിരുന്നു, തൊലി പോയിരുന്നു, കയ്യിന് പരിക്ക് പറ്റില്ലായിരുന്നു, എണീറ്റു ഓടിച്ചു. ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഓടിക്കണേ? ആദ്യം എങ്ങനെയാ കാർ ഓടിച്ച്? ഡെയിലി ലൈഫിൽ ഇത് ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു കാര്യം വരുമ്പോ കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നും, വലുത് നമ്മളാക്കുകയാണ്. ഒരു കാര്യം അറിയോ, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു കാര്യമായത് കൊണ്ടാണ് ആ ഫിയർ ഉണ്ടാവുന്നത്. പുതിയ ടെറിട്ടറിയിലേക്ക് ചെല്ലുമ്പോൾ ഫിയർ വരുള്ളൂ. ആൻഡ് ദാറ്റ്സ് നോർമൽ, ബിക്കോസ് ഇറ്റ് ഈസ് ബിഗ്, ഇറ്റ് ഈസ് ബെറ്റർ. നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ചെറുതാടും, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ചെറുതാണ്. നിങ്ങൾ ഈ ലൈഫ് അർഹിക്കുന്നുള്ള ചെറിയ ലൈഫിൽ ഫിയർ ഉള്ള, കുറച്ചൊക്കെ ഫിയറും സംഗതികളും ഇല്ലെങ്കിൽ ലൈഫിന് ത്രില്ലില്ല, രസമില്ല, ഭംഗിയില്ല, നല്ലത് കിട്ടില്ല, വളർച്ചയില്ല. നോ ഗ്രോത്ത്, നോ ഫിയർ, നോ ഗ്രോത്ത്. ഫിയർ ഉണ്ടാവും, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, സോ ബിഗ് ഡ്രീംസ് ഉള്ള ആൾക്കാർക്ക് ബിഗ് ഫിയർ ഉണ്ടാവും.
ആ ഫിയർ പിന്നെന്താവും? അത് നോർമലാവും. ദരസ് ഇപ്പോഴത്തെ നിങ്ങളുടെ നോർമാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കംഫർട്ട് സോണാണ്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഇതിന് മുൻപ് ഒരു ഫിയർ ആയിരുന്നു. സോർണോ? ഹലോ ജെറി സാർ ശരിയല്ലേ? ഇപ്പോഴത്തെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഇതിനു മുൻപ് ഫിയർ ആയിരുന്നില്ലേ? ഇപ്പോഴത്തെ നിങ്ങൾ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആ വിവാഹം നിങ്ങൾക്ക് ഇതിനു മുൻപ് ഫിയർ ആയിരുന്നില്ല? ആ പെണ്ണ് കാണാൻ പോയ സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അറിയില്ല ഇത് എന്താ സംഭവിക്കാൻ പോണത്. ബട്ട് യു ആർ സോ ഫിയർ. നൗ യു ആർ മാനേജിങ് ഇറ്റ്. ഇപ്പൊ ഒരുപാട് പഠിച്ചു ഒരുപാട് പഠിച്ചു. But now you are like managing another person. Previously you are not able to manage yourself. നിങ്ങൾക്ക് നിങ്ങളെ പോലും മാനേജ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. Now you are managing another person. Still it is struggling. I understand. But you are managing. That's now it became normal. So every new experience will become normal in your life later. നിങ്ങളുടെ ലൈഫിൽ അത് നോർമലായി മാറും. ക്ലിയർ ആണോ? അത് നോർമലായി മാറും. So don't worry. ഈ പുതിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് നോർമൽ. ഒരുപാട് തവണ വീഴണമെന്നുള്ളൂ, ഒരുപാട് പണി കിട്ടണമെന്നുള്ളൂ, അടി കിട്ടണമെന്നുള്ളൂ. അടി കിട്ടും, വീഴും, എണീക്കും, ട്രൈ അഗെയിൻ, ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. കറക്റ്റ് മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക അല്ലേ? വീഡിയോ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാം, ഇന്ന ലെവൽ എത്തുമ്പോൾ അവിടെ നിന്ന് ഒരുത്തം വെടി വെക്കും. ഒരു പ്രാവശ്യം കളിച്ചു, അവിടെ നിന്ന് ഒരുത്തം വെടി വെക്കും. ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ആ പോയിന്റിൽ എത്തുമ്പോൾ ഒരു വെടി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കും. ആ പോയിന്റ് എത്തുമ്പോൾ ഒന്നുകിൽ ഒഴിഞ്ഞു മാറാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവനെ തിരിച്ചു വെടി വെക്കാൻ, വെക്കുന്നതിന് മുമ്പ് തിരിച്ചു വെക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. ആൻഡ് ദാറ്റ്സ് കോൾഡ് കറക്റ്റിംഗ് അവർ പാസ്റ്റ് മിസ്റ്റേക്ക്. കാരണം ഇതിനു മുൻപ് തവണ പോയപ്പം അവന്റെ വെടിയുണ്ട കൊണ്ടിട്ടാണ് നമ്മൾ മരിച്ചു വീണത്. വീഡിയോ ഗെയിമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലൈക്ക് സോ അപ്പൊ ആ പഴയ ആ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ലൈക്ക് സോ our awareness will increase through our mistakes, through our failures. Our awareness will be, നമുക്ക് വേറൊരു അവയർനെസ് വരും. ഞാൻ ഇത് ടേക്ക് കെയർ ചെയ്തേ പറ്റൂ, ഇങ്ങനെ ചെയ്തേ പറ്റൂ. And that's how you improve, that's how you grow. And that's why it takes a lot of years. അതുകൊണ്ട് തന്നെ it takes a lot of years. So don't lose hope. നിങ്ങൾ ഓൾറെഡി പരാജയപ്പെട്ടിട്ടുണ്ട്, അടി കിട്ടിയിരിക്കുകയാണ്, പണി കിട്ടിയിരിക്കുകയാണ്. പറയടാ, ഞാൻ നല്ല പണി കിട്ടിയിരിക്കുക, എനിക്ക് നല്ല പണി കിട്ടിയിരിക്കുക, നല്ല അടി കിട്ടിയിരിക്കുക, മൂക്കുത്തി വീണിരിക്കുക. But I am trying it. I am doing it again. I am one by one, slowly, one by one. I'm correcting. I'm coming back. I'm coming back. And I'm going to be back. And that's it. But it's the right way. So you do the same in your life. You got it? Slowly, slowly, one by one. But you never lose hope. You try again and again and again. It's okay. It may take time, but it is so beautiful. This journey is so beautiful. And that's how our life becomes beautiful. അപ്പൊ നമുക്ക് എന്ത് വരികയാണ്? കറേജ് വന്നു, ക്രിയേറ്റിവിറ്റി വന്നു. ഈ ക്രിയേറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് വരും. നല്ല ഐഡിയാസ് നമ്മൾ അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ത്? അതിനാണ് പറയുന്ന പേരാണ് കേപ്പബിലിറ്റി. ഞാൻ നല്ലവണ്ണം പേടിച്ചു നിൽക്കുകയായിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. I lost my business. I lost my income. I lost my team. I lost everything. I had a big team. I have people support me. എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. എന്താ വെച്ചാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ ശരിക്കും പേടിച്ചു പോയി. വാട്ട് ഐ ആം ഗോണ ഡു? ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഈ ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ എന്ത് അവിടെ കിടന്ന് മരിക്കാം, ആ റോഡിൽ കിടന്നിട്ട് മരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്, സൂചി വെക്കുന്ന പേടിയാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പേടിയാണ്, അത് ചെയ്യുന്ന പേടിയാണ്. പക്ഷെ അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും നമുക്കെന്ന് വെച്ചാൽ നമ്മളൊപ്പമുള്ളവർ പറയാണ് ലൈക്ക് ചെയ്തേ പറ്റൂ. You have to get up and do it again. And that is the blessing I had. മനസ്സിലാവുന്നുണ്ടോ? And that is the blessing I had, the right people.
അപ്പം എന്നോട് എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഐ ഹാവ് എ ഫാമിലി. We all have a family. We all have people to take care of. ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ പരിപാടിയെല്ലാം നിർത്തിയാലോ? I thought about stopping everything. And then I thought about, there are a lot of people who needs me. And this is my purpose. I have to continue no matter what I go through, no matter what I go through. I have to continue this journey for the people who is waiting there, who needs support. I have to continue. And that was my commitment. I don't know how I am going to finish it, how I am going to, I don't know. I didn't know because everything was gone. And what I want you to know that you go through, you do these kind of things, take small steps, and you build slowly. When you make a commitment, തിരിച്ചു വരും, എനിക്ക് വന്നേ പറ്റൂ, ഞാൻ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ആ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ, ആ തീരുമാനം എടുക്കുമ്പോൾ കറേജ് നമുക്ക് വരും. പെട്ടെന്നൊന്നും വരൂല കറേജ്, ബട്ട് സ്ലോലി ഇറ്റ് വിൽ കം. Slowly it will. All of a sudden it will not come. വന്നിട്ട് റെഡി ആകും. But it come and then മനസ്സിലാകുന്നുണ്ടോ? Then you just do it again. അപ്പോൾ എന്തെയും ക്രിയേറ്റിവിറ്റി വരും. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ കൂടെ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന nobody was there. ഞാൻ ശരത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ശരത്തെ, can we do this? നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇത് വർക്കൗട്ട് ആവുമോ? And he said, yes. And I asked him, you should be there with me. And can you help me? And we build this. And we are building it one by one. I'm so sorry. I'm getting tears. And what I want you to believe is, don't worry. Whatever that you are doing, it will be helping a lot of people. Start that business. You will be giving job opportunities. You will be, you will be helping a lot of people. It will be empowering a lot of people. It will be inspiring your kids. നിങ്ങളുടെ മക്കളെ അത് ഇൻസ്പയർ ചെയ്യും. Your family will be having hope. So take that decision and go and do it. Don't let the fear, crumble you. This is how you grow. This is how you transform. This is how you come back. This is how you come back. This is how you build it. Do it again and again and again. And now we are building a team. ആരും ഇല്ലാത്തടത്ത് 2 ടീമായി മാറി, 2 ആളായി മാറി. 2 ആളിൽ നിന്ന് ശരത്ത് കൂടെ വന്നു 3 ആളായി മാറി. Then you are building now we are having PCS team again. 2, 3, 4 ടീമിലേക്ക് വരികയാണ്. എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് രാവിലെ എണീക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ അത്രയ്ക്കും തളർന്നു പോയിട്ടുണ്ടായിരുന്നു, ഫിയറിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ബട്ട് ഐ എം ഡൂയിങ് ഇറ്റ് എവറി ഡേ നൗ. ഐ എം ബേബി and we are doing it again. And this is how you also do it. You got it? You do it again and again and again and again. You are reading, I'm reading again. I'm I'm excited. I'm feeling it, and I don't know what's going to happen next. I don't know, but whatever it is out there, I am committed. I have to be committed. That's what commitment is. I have to do it no matter what happens. Keep on doing it. You got it? And that's how you come back.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ കമ്മിറ്റ്മെന്റ്, കറേജ്, ക്രിയേറ്റിവിറ്റി, കേപ്പബിലിറ്റി, അപ്പോഴാണ് നമുക്ക് വഴികൾ ഉണ്ടാകുന്ന. നൗ മൈ ടീം, ന്യൂ ടീം മെമ്പേഴ്സ് ആർ ബിക്കമിങ് മൈ കേപ്പബിലിറ്റി. ബിക്കോസ് എനിക്ക് സപ്പോർട്ട് വേണം. ബിക്കോസ് ഐ എം ബിൽഡിംഗ് സംതിങ് ബിഗ്. ഐ എം ബിൽഡിംഗ് സംതിങ് ലൈക്ക് കുറച്ച് ഒരു ചില കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും. വി കനോട്ട് ഡു ഇറ്റ് ഓൾ അലോൺ. സോ ഫോർ ദാറ്റ് ഹൗ ഐ ആം ഗോണ ഡു ഇറ്റ്? ഞാൻ എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് വരുത്താതെ കേപ്പബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്തുകൊണ്ട്. This time I'm not going to do the mistake. I'm not going to be working with the wrong people. I only be working with the right people. And for that, to find the right people, I have to come up with a different strategy. So, right ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം, അതിനെ ബിൽഡ് ചെയ്തുകൊണ്ടുവരണം. So, capability is there. Whatever the mistakes I have did, I should not repeat. I have to be more responsible, more alert, and then I have to correct my mistake and then come back. Capability. Capability എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ് ബിൽഡ് ആയി വരും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള സംഗതി വരും. ആ കഴിവ് വന്നു കഴിഞ്ഞു തുടങ്ങുമ്പോൾ സംഭവിക്കുന്നതാണ് കോൺഫിഡൻസ്. നമുക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഫീലിംഗ് വരും. അതാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ്. ഞാൻ 1 കോഴ്സ് ചെയ്തു, 2 കോഴ്സ് ചെയ്തു, 3 കോഴ്സ് ചെയ്തു. ഇപ്പോ കുറച്ചുകൂടെ വലിയ പ്രൈസിന്റെ കോഴ്സ് ചെയ്തു അല്ലെ. ഇതിനു മുൻപ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് 450 രൂപയുടെ കോഴ്സ് ചെയ്തത്, 750 രൂപയുടെ കോഴ്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ലൈക്ക് 7,000 റുപ്പീസിന്റെ കോഴ്സ് ചെയ്തു. ബിക്കോസ് തുടക്കത്തിൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിനു മുൻപ് വർഷങ്ങൾ ഞാൻ ചെയ്തതാണ്, പലവട്ടം ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോൾ, വലിയ ബുദ്ധിമുട്ടുകൾ ചെന്ന് ചാടുമ്പോൾ we will bring back and you do it. You got it? So you bring back the confidence. Our confidence in the ability to do. Then you do it again. And you work hard and you do it. And that's called ആറാമത്തെ സ്റ്റെപ്പ്, ആറാമത്തെ സി എന്ന് പറയുന്നത്. കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാർ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് സംഭവിക്കുക. മിസ്റ്റേക്ക് എന്താണ്? ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് they become in a comfort zone. കംഫർട്ട് സോണിലേക്ക് പോകും. സക്സസ് എന്നാണ് പറയുക ഈ സ്റ്റേജ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മളെന്ത് വെച്ചാൽ നമ്മളെന്ത് വെച്ചാൽ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബ്രിങ് ബാക്ക്. അപ്പൊ അത് നമുക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് വരുമ്പോൾ, നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു അവസ്ഥ വരുമ്പോൾ അത് ഓവർ കോൺഫിഡൻസിലേക്ക് പോകാൻ പാടില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അധികം ആൾക്കാർ ചെയ്യുന്ന കാര്യം. നിങ്ങളിൽ അധികം ആൾക്കാർ ചിലപ്പോൾ ഈ സ്റ്റേജിലായിരിക്കും. അത്യാവശ്യം കംഫർട്ട് സോണിലെത്തി. കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന അടുത്തൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നില്ല. ബിക്കോസ് യു ആർ ഇൻ എ കംഫർട്ട്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ബട്ട് ആറാമത്തെ സ്റ്റെപ്പ് അതാണ് കണ്ടിന്യൂറ്റി. അതായത് ഈ 5 സ്റ്റെപ്പും കണ്ടിന്യൂ ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. യു ഡു ഇറ്റ് അഗെയിൻ. യു ടേക്ക് ദ ന്യൂ കമ്മിറ്റ്മെന്റ്. പുതിയ ചാലഞ്ച് സെറ്റ് ചെയ്യണം. അതർവൈസ് യു സ്റ്റക്ക് ദേർ, യു ആർ റൂയിനിങ് യുവർ ലൈഫ്, യു ആർ ലൂസിങ് എവറിത്തിങ് അഗെയിൻ. ബിക്കോസ് സക്സസ് ഇസ് വെരി ഡേഞ്ചറസ്. വിജയിക്കുന്ന അവസ്ഥ, ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കംഫർട്ട് സോണിലായി നിൽക്കുക എന്ന് പറയുന്നത്, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ക്ലിയർ ആണോ പറയുന്നത്? കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. You got it? But you do it again. You have to continue the journey. Do it again and again and again and again and again. Continue the journey like anything. And what happens? You just bring back. Continue. Next orbit ലേക്ക് പോകണം. നമ്മൾ എപ്പോഴും ഈ കണ്ടിന്യൂറ്റി, അതായത് കമ്മിറ്റ്മെന്റുകൾ എപ്പോഴും പുതിയ തീരുമാനം. ഒരു വലിയ ബിസിനസ്സുകാരൊക്കെ ഓരോ 3 മാസം കൂടുന്തോറും, വലിയ ബിസിനസ്സുകാരുടെ കാര്യം, നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്, വലിയ ബിസിനസ്സുകാർ ഓരോ 3 മാസം കൂടുന്തോറും അവരുടെ ബിസിനസ് റീഇൻവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടി ചിന്തിക്കും, ആലോചിക്കും, പ്ലാൻ ചെയ്യും. സോ വി ഹാവ് ടു റീതിങ്ക് അഗെയിൻ. ഞാൻ എന്താണ് ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ഇനി പ്ലാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യേണ്ടത്? You got it? Hello? Are you here? Maybe this is your problem. Maybe this is your problem. ചിലപ്പോൾ നമ്മളായിരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം. വാട്ട് എവർ ഇറ്റ് ഈസ്. ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ എന്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്.
നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് എടുത്തേ പറ്റും. ചിലപ്പോൾ നിങ്ങളായിരിക്കാം പ്രശ്നം, മറ്റുള്ള വ്യക്തികളായിരിക്കാം പ്രശ്നം. ഇറ്റ് ഡസന്റ് മാറ്റർ. അല്ലെ, വണ്ടി ആക്സിഡന്റ് ആയി, ഓപ്പോസിറ്റിൽ വന്ന ആളായിരിക്കും ചിലപ്പോൾ ആക്സിഡന്റ് ആക്കിയത്, ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. അവിടെ നിന്നിട്ട് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. നൗ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് യു ഹാവ് ടു ടേക്ക് യുവർ കാർ ടു വർക്ക്ഷോപ്പ് ആൻഡ് ഫിക്സ് ഇറ്റ്. യെസ് ഓർ നോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, ദാറ്റ്സ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. Fix your issues. You take a decision and come back. And everything is an opportunity. Everything is an opportunity. മനസ്സിലാകുന്നുണ്ടോ? Everything is an opportunity to grow, to build yourself. So if you are going, ഇതിൽ ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങളുണ്ട്, yes or no? ഇതിൽ ഏത് സ്റ്റേജിലുള്ളത് കമന്റ് ചെയ്തേ. ഫസ്റ്റ് സി ആണോ, സെക്കൻഡ് സി ആണോ, തേർഡ് സി ആണോ, ഏത് സീലാണുള്ളത്, ഏത് ലെവലിലാണുള്ളത്? അതോ അവസാനത്തെ സീലാണോ? ഇപ്പൊ അത്യാവശ്യം കംഫർട്ട് സോണിൽ നിൽക്കുന്ന, പുതിയ തീരുമാനം എടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ആ സീലാണോ? അതോ ഫസ്റ്റ് സീലാണോ? കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? കമ്മിറ്റ്മെന്റ് എടുക്കാത്ത സ്റ്റേജാണ്. ഇതുവരെ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ 5ാമത്തെ സ്റ്റേജിലാണ്, അതായത് തേർഡ് സീലാണ്. കമ്മിറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്രിയേറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. നിത്യബിന് ഫസ്റ്റ് സി ആണ്, തേർഡ് സി ആണ്. കമന്റ് ചെയ്യ്, കമന്റ് ഡൗൺ. ഐ വാണ്ട് യു ടു കമന്റ് ഡൗൺ. ക്രിയേറ്റിവിറ്റി സ്റ്റേജിലാണ്, തേർഡ് സീലാണ്. 2ാമത്തെ സീലാണ്, കറേജിലാണ് ഇപ്പോൾ ഉള്ളത്. കറേജ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ബിൽഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന സി ആണ്. ഫോർത്ത് സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു സ്ട്രെങ്ത് ഡെവലപ്പ് ആയി വരും. നമുക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ആയി വരുന്ന ഒരു അവസ്ഥയാണ് കേപ്പബിലിറ്റി. അത് വരുമ്പോഴാണ്, അത് തേർഡ് അല്ലേ, അത് വരുമ്പോഴാണ് ഫോർത്ത് സ്റ്റേജിലേക്ക് നമ്മൾ മെല്ലെ കിടക്കുന്നത്. കോൺഫിഡൻസ്. പക്ഷെ കോൺഫിഡൻസ് കിടക്കുമ്പോൾ സൂക്ഷിക്കണം. അവിടെയാണ് എല്ലാവരും തകർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊയലിന്റെ സ്വഭാവം കാണിക്കും. മൊയലിന്റെ കോൺഫിഡൻസ് എന്താണ്? മൊയലിന്റെ കേപ്പബിലിറ്റി എന്താ? 4 കാലുണ്ട്, ചാടി ചാടി ഓടാൻ കഴിയുമെന്നുള്ള, അതാണ് കേപ്പബിലിറ്റി. മൊയലിന്. ആമയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്താൽ ഉടനെ നിങ്ങൾ ആമയാവണം. ആമയാവണമെന്നുണ്ടെങ്കിൽ പുതിയ ചാലഞ്ച് ഏറ്റെടുക്കണം. അതാണ് കണ്ടിന്യൂ ചെയ്യുക. കമ്മിറ്റ്മെന്റ് എടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. ഈ 5 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നത് കണ്ടിന്യൂ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് സിയിൽ എത്തിയിരുന്നത് ഏത്? ലാസ്റ്റ് സി ഏതാണ്? കണ്ടിന്യൂറ്റിയിലാണെങ്കിൽ നിങ്ങൾ അടുത്തിലേക്ക് പോയി, ഫസ്റ്റ് സിയിലേക്ക് എത്തി. ലാസ്റ്റ് സി എന്ന് പറയുന്നത് അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണെന്ന്, അവിടെ സ്റ്റെക്കായി നിൽക്കൂല, അത് നിങ്ങളാണ് സ്റ്റെക്കാക്കി നിർത്തുന്നത്. അതായത് 5th സി അല്ലെ, കോൺഫിഡൻസിന്റെ ചിലപ്പോൾ നമ്മളാണ് സ്റ്റെക്കാക്കി നിർത്തുന്നത്. കണ്ടിന്യൂ ചെയ്യാം. അതിനല്ലേ ഈ ക്ലാസ് തന്നത്. ഇപ്പൊ ഒരു ബോധം വന്നില്ലേ, ഞാനിത് കണ്ടിന്യൂ ചെയ്യണം, ഇനി വേറെ വഴിയൊന്നുമില്ല. Get up, take the commitment, go, shift it. No other option. Because life is like this. This is the life, baby. You get up, you face the reality. This is the reality. 2 options are there. Retired and live your life in a boring way or small way. ഇത് മതി, ഇത്രയൊക്കെ മതി. അതിനുള്ള സമ്പത്തുണ്ട്, ആപത്തുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. then enjoy your life. That's enough. ഒന്നും ചെയ്യേണ്ട, ഇഷ്ടമുള്ള എന്തൊക്കെ ചെയ്തിട്ട് പിടിക്കാം, whatever it is. And that is also a continuity. പുതിയൊരു തീരുമാനമാണ് അത്. അതും എടുക്കുന്നില്ല. അതല്ല, ഞാൻ പണിയെടുക്കണം, കാര്യങ്ങൾ ചെയ്യണം, അതും എടുക്കുന്നില്ല. ഇത് രണ്ടും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഏതെങ്കിലും ഒരു ഡിസിഷനിലേക്ക് പോയപ്പോൾ സോ നോ. ആൻഡ് ദാറ്റ്സ് വെൻ യു പാരലൈസ്. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിലാണ് സ്റ്റക്ക് ആകുന്നത്, അപകടത്തിലാവുന്നത്. ആൻഡ് ദാറ്റ്സ് കോൾഡ് കംഫർട്ട് സോൺ. കോൺഫിഡൻസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് കംഫർട്ട് സോൺ വരുന്നത്. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യണം. ആ കോൺഫിഡൻസ് നല്ല പവറായിട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അടുത്ത ചാലഞ്ച് ചെയ്തു. ഞാൻ ഇത്രയും ചെയ്തല്ലോ, ഇനിയും എനിക്ക് അടുത്തവും ചെയ്യാൻ കഴിയും. ഞാൻ ഇത്രയും എത്തിയില്ലേ, ഇനിയും ചെയ്യാൻ പറ്റും. Yes, I can. Yes, I can. Yes, I can. Just go to the next stage. Okay. So ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. നമ്മളുടെ മീറ്റപ്പ് വരുന്നുണ്ട്, മറക്കരുത്. മീറ്റപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഇന്ന് ഗ്രൂപ്പിൽ വരുന്നതാണ്. സോ രജിസ്റ്റർ ചെയ്യുക, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? How was the session? Today's session? It was personal. It was like, സുവൈന, ലൈക്ക് നമ്മുടെ സുവൈന നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളാണ്. സുവൈന, യു ഹാവ് മൈ നമ്പർ. എന്റെ നമ്പർ ഉണ്ട്, ആ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. മെസ്സേജ് മീ. ഓക്കെ, വെരി ഗുഡ്.
സൂപ്പർ, വെരി പവർഫുൾ. ടോക്ക് ഫ്രം ദ ഹാർട്ട്. അനീസ, ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചൊരു ടോക്കാണ്. യെസ്, മനസ്സ് തുറന്ന് അങ്ങനെ സംസാരിച്ചു. That's it. Maybe it was inspiring. Was it inspiring? Inspiring ആണോ? Inspiring ആയിരുന്നെങ്കിൽ just comment out. It was very powerful or inspiring. Wonderful. Is it helpful? മീറ്റപ്പിന്റെ ഡേറ്റ് ഇന്നെല്ലാം അനൗൺസ് ചെയ്യാം കേട്ടോ. We'll do it. Okay? Are you ready for the meetup? Are you excited? Let's meet. നമ്മളെല്ലാവരും ഒരേപോലെ ഇടും. Don't worry. ഒന്ന് മനസ്സിലായില്ലേ? We're all going through the same journey. But let's help each other. I have this skill. എനിക്ക് ഈ സ്കിൽ ഉണ്ട്. നിങ്ങളെ എംപവർ ചെയ്യാൻ എന്നോട് പലരും പറഞ്ഞൊരു കാര്യം. Like, that's why I'm doing this. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ പണിയൊക്കെ നിർത്തുകയാണ്. I told my friend, like, എനിക്ക് ഇതെല്ലാം നിർത്തി, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, no man, you cannot stop this because you are this. There is so much power inside you. People can use it, benefit from you. Whether you do it for money or it doesn't matter, you just keep on doing it because this is you and this is me. ഇതാണ് ഞാൻ. Okay, thank you so much. ആരോ കൈ പൊക്കിയിട്ടുണ്ട്. ഷെഫ് നിയാസ് സംസാരിച്ചോളൂ. Like, you need permission, right? Yeah, unmute ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. അസ്സലാമു അലൈക്കും. അസ്സലാം പറഞ്ഞോളൂ. അടിപൊളി ക്ലാസ്സാണ്. സാറിന്റെ ക്ലാസ് ഞാൻ 2017 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പേഡ് ചെയ്ത ഒരു 2-3 ക്ലാസ് ഉണ്ടെങ്കിൽ ഷാഫി സാറിന്റെ മാത്രമാണ്. അപ്പോ അന്ന് 17 ഒരു 1500 രൂപയുടെ ക്ലാസ് ചെയ്തിരുന്നു. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, ബീറ്റ് ദ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തിരുന്നു. പിന്നെ ഒരു മൈൻഡ് മാസ്റ്ററി ഒരു ക്ലാസ്സും ചെയ്തായിരുന്നു. എല്ലാം അടിപൊളിയായി. ഇപ്പൊ കൂടുതൽ ഇമ്പ്രൂവ് ആയി വരികയാണ്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് സാറിന്. ഒരുപാട്. ഞാനൊരു ചാറ്റിലൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? കണക്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും. ഞാൻ കണ്ടിട്ടില്ല. മെസ്സേജ് അയച്ചോളൂ. ഓക്കേ, എനിവേ താങ്ക് യു സോ മച്ച്. ഒന്ന് പേഴ്സണലായിട്ട് കണക്ട് ചെയ്യണം. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഖത്തറിൽ. ഞാൻ തുടങ്ങാൻ പോകുന്നതാണ്. അപ്പൊ സാറ് വേണം എന്തായാലും എന്റെ കൂടെ. കാരണം എന്റെ റോൾ മോഡൽ ഇപ്പൊ സാറായിരുന്നു. ഞാൻ നിങ്ങളാവാൻ ആഗ്രഹിക്കുന്നത്. റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു ലെവലിലാണ്. അല്ലല്ല, അങ്ങനല്ല. ഈ ചെറിയ പ്രായത്തിൽ ഇതുപോലെ വളരാൻ കഴിയുമെങ്കിൽ ആഫ്റ്റർ 10 years you will be rule this world. Let's do it. Okay, anyway, I'm so happy. I'm so glad. Thank you so much. Let's help each other. So meetup എവിടെ വെച്ചിട്ടാണ് ഉണ്ടാവുക? കാലിക്കറ്റ് വെച്ചാണ് ഉണ്ടാവുക. ഫസ്റ്റ് മീറ്റപ്പ് നമ്മൾ എന്തായാലും കാലിക്കറ്റ് വെച്ചേക്കുന്നത്. Okay, let's do it. Thank you so much. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത്, ഒരു പ്രതീക്ഷയുടെ പുറത്ത്, ഒരു ഹോപ്പിന്റെ പുറത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇത് ഈ മീറ്റപ്പ് പോലും എങ്ങനെ ചെയ്യും? Like, there is so much fear inside me, but we're going to do it because you are with me. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. We'll do it for the people of this community. ഈ കമ്മ്യൂണിറ്റിയിലെ പീപ്പിളിന് വേണ്ടി നമ്മൾ അത് ചെയ്യും. For everyone, because there are a lot of people need hope. At least I should do this for the hope, for a better future. Thank you so much for joining today's session. It was a wonderful experience. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം തന്നതിന് thank you so much. So stay excited for the meetup. We are going to meet and we are going to change our life. We will help each other, support each other, grow together. Thank you so much. All right, അപ്പൊ എല്ലാവർക്കും ഒരു അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അങ്ങ് പിരിയാം. Thank you. Thank you, sir. Thank you so much. Sir. Thank you so much. Thank you, sir. Very good. Thank you so much. Thank you, sir. Thank you so much. Thank you, sir. Thank you very much. That's a wonderful session. Thank you. Thank you so much. Thank you, sir. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ബുക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ ചെയ്യാം. യു ക്യാൻ ക്രിയേറ്റ് എ വീഡിയോ ആൻഡ് ഗെറ്റ് ദ ബുക്ക്. അതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ ഈ ക്ലാസ് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പ്, നിങ്ങൾ നിൽക്കുന്ന ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറയുക കേട്ടോ, ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, പറഞ്ഞതുപോലെ കാണാം. Thank you so much.